Hello everyone, welcome to Amaze Mechanical. നമ്മൾ ഓൾറെഡി ഇറിഗേഷൻ MCQ സീരീസിലെ ഫസ്റ്റ് സബ്ജക്ട് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന സബ്ജക്റ്റ് ആണ്. സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഡിസൈൻ സബ്ജക്ട്സിന്റെ ബേസിക് സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സബ്ജക്റ്റ് ആണ് ഈ സബ്ജക്ട്. ഇതിലെ നമ്മളെ ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് stress and strain basics, mechanical properties, axially loaded bars and thermal stresses, SFD and BMD, bending stresses in beam, അതായത് pure bending എന്ന് പറയുന്ന കണ്ടീഷൻ, അതുപോലെ തന്നെ transverse shear stress, torsion of circular shafts, pure torsion ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ principal stresses and strains, complex stress and strain എന്ന് പറയുന്ന ഭാഗം, theory of columns, അതിൽ മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഓയിലേഴ്സ് തിയറി ആണ്. ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് ഓഫ് ബീംസ്, സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാം. സ്ട്രെയിൻ എനർജി മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി ആയിട്ട് ബന്ധപ്പെട്ട് ഡെഫിനിഷൻസ്, കാസ്റ്റിഗ്ലിയാനോസ് മെത്തേഡ്, അതൊക്കെയാണ് അതിൽ വരുന്നത്. ഇത്രയും ടോപ്പിക്സ് ആണ് അതിലുള്ളത്. അപ്പോൾ നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകളും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയും നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഗിവൺ മെറ്റീരിയൽസ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ടങ്സ്റ്റൺ കാർബൈഡ്, അലുമിനിയം, കാസ്റ്റ് അയൺ. ഏത് ഓർഡറിലാണ്? ഇൻക്രീസിംഗ് ഓർഡർ. അപ്പൊ ഏറ്റവും ലീസ്റ്റ് ഏതാണ് ടു ഹയസ്റ്റ് വാല്യൂ? ദ ആൻസർ ഈസ് സി, 3, 4, 1, 2 എന്ന് വെച്ചാൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ അലുമിനിയം, then cast iron, then stainless steel, then tungsten carbide. So first of all, what is mean by Young's modulus? നമുക്ക് ഈ യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു സ്റ്റഡി വരുന്നത് ഒരു യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൽ നിന്നാണ്. സോ ഈ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൽ നമ്മൾ മൈൽഡ് സ്റ്റീലിന്റെ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് അതിന്റെ സ്ട്രെസ്സും സ്ട്രെയിനും ബൈ ആക്സിലും എക്സ് ആക്സിലുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം കിട്ടും. ആ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിന്റെ സ്റ്റഡിയെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പല മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നത്. അതിലൊരു മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം ആണ് നിങ്ങൾ കാണുന്നത്. ഈ ഡയഗ്രത്തില് ഇമ്പോർട്ടന്റ് ആയിട്ട് ഗ്രാഫ് തുടങ്ങുന്നത് ഒറിജിനിൽ നിന്നാണ്. അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ OA എന്ന് പറയുന്ന ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം. ആ OA is called പ്രപ്പോർഷണൽ റീജൻ അല്ലെങ്കിൽ ലീനിയർ റീജൻ എന്ന് പറയും. സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷൻ ആയിട്ട് വരുന്ന ഒരു ഗ്രാഫാണ് ഇത്. ആ റീജണിന് ശേഷം B എന്ന് പറയുന്ന തൊട്ടടുത്ത് എടുക്കുന്ന വേറൊരു പോയിന്റിൽ നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ B വരെ മെറ്റീരിയലിനെ ലോഡ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ്. ആ പ്രോപ്പർട്ടിനാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം മെറ്റീരിയലിൽ ഒരു പെർമനന്റ് ഡീഫർമേഷൻ വരും. മെറ്റീരിയൽ ബോണ്ടിങ് പതുക്കെ പതുക്കെ ഓരോ റീജൻസില് ബ്രേക്ക് ആയി തുടങ്ങുന്ന ഒരു ഭാഗമാണ് ബിയോണ്ട് B. B വരെ മെറ്റീരിയലിൽ ബോണ്ടിങ് ഇല്ല, ജസ്റ്റ് ബോണ്ടിങ്ങിൽ ബ്രേക്കിംഗ് ഇല്ല, ജസ്റ്റ് ഒരു സ്ട്രെച്ചിങ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു അപ്പർ yield ആൻഡ് ലോവർ yield എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് കാണാം. അതിൽ അപ്പർ yield പോയിന്റ് ഈസ് an unstable പോയിന്റ്. അവിടെ നമുക്ക് മെറ്റീരിയലിലെ ഒരു സർട്ടൺ പൊസിഷനിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. D മുതലാണ് ഒരു കോൺസ്റ്റന്റ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ പോയിന്റ് ആയിട്ട് വരുന്നത്. സോ D മുതൽ E വരെ ഒരു ഹൊറിസോണ്ടൽ റീജൻ കാണാം, വിച്ച് ഇസ് കോൾഡ് പ്ലാസ്റ്റിക് റീജൻ. അതായത് വിത്തൗട്ട് എനി ഇൻക്രീസിംഗ് സ്ട്രെസ് മെറ്റീരിയൽ കണ്ടിന്യൂസ് ടു ഡീഫോം. മെറ്റീരിയൽ ഒരുപാട് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് ഫ്രീ പാർട്ടിക്കിൾസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീജൻ ആണ് D to E. ഒരു ലാർജ് നമ്പർ ഓഫ് ഫ്രീ പാർട്ടിക്കിൾസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രീ പാർട്ടിക്കിൾസ് സ്വയം അവർ തമ്മിൽ ഒരു ഫർദർ ഡീഫർമേഷൻ റെസിസ്റ്റ് ചെയ്യും. സച്ച് എ പോയിന്റ് ഈസ് കോൾഡ് E. അതിനുശേഷം പിന്നെ മെറ്റീരിയലിലെ സ്ട്രെസ് കൂട്ടിയാൽ മാത്രമേ സ്ട്രെയിൻ കൂടുള്ളൂ. That region is called strain hardening region. E to F എന്ന് പറയുന്ന റീജൻ ആണ് strain hardening region. മെറ്റീരിയൽ ഓഫേഴ്സ് മോർ ആൻഡ് മോർ റെസിസ്റ്റൻസ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന ലോഡിന് കൂടുതൽ റെസിസ്റ്റൻസ് കാണിച്ചു തുടങ്ങും. റെസിസ്റ്റൻസ് ഒരു മാക്സിമം അല്ലെങ്കിൽ ഒരു പീക്ക് വാല്യൂയിൽ എത്തും. ദാറ്റ് ഈസ് കോൾഡ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് പോയിന്റ്. കറസ്പോണ്ടിങ് സ്ട്രെസ് ഇസ് കോൾഡ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് F എന്ന് പറയുന്ന പോയിന്റ്. അതിനുശേഷം മെറ്റീരിയൽ ഒരു ലോക്കൽ റീജണിൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ലോക്കൽ റീജണിൽ വളരെ വീക്ക് ആയിട്ടുള്ള ഒരു പോർഷനിൽ സഡൻ ആയിട്ട് ഒരു റേറ്റ് ഓഫ് ഡീഫർമേഷൻ കമ്പയർഡ് ടു ദ സറൗണ്ടിങ് റീജൻ ഒരു റാപ്പിഡ് ആയിട്ട് സംഭവിക്കുന്ന റീജൻ കാണാം. ദാറ്റ് റീജൻ ഈസ് കോൾഡ് നെക്ക്. ഓക്കെ, അതായത് ഇത് ഇലോങ്ങേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ക്രോസ് സെക്ഷൻ കുറയുന്നുണ്ട്. ആ ക്രോസ് സെക്ഷനിൽ സംഭവിക്കുന്ന കുറവ് ഒരു റാപ്പിഡ് ആയിട്ട് സംഭവിക്കുന്ന റീജൻ ആണെന്ത് നെക്ക് എന്ന് പറയുന്ന പോർഷൻ. ആ നെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്നാണ്. അതിനുശേഷം മെറ്റീരിയലില് ഗ്രാഫ് താഴേക്ക് വരുന്നു. ആക്ച്വൽ ഗ്രാഫ് മുകളിലേക്കാണ് പോകുക, നമുക്ക് ഗ്രാഫ് താഴേക്കാണ് വരിക. ആ താഴേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഒരു ഫ്രാക്ചർ പോയിന്റിലേക്ക് അത് എത്തുന്നു. ഓക്കെ, സോ ജനറലി നമ്മൾ പറയുന്നത് ഫോർ മൈൽഡ് സ്റ്റീലിന്റെ ഫ്രാക്ചർ സ്ട്രെസ് ഈസ് ലെസ് ദാൻ അൾട്ടിമേറ്റ് സ്ട്രെസ്. അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് ലാർജസ്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ആ റീജൻ വിളിക്കുന്നവരാണ് നെക്കിംഗ് എന്ന് പറയുന്ന റീജൻ. നൗ
കാസ്റ്റ് അയൺ പോലെയുള്ള മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം വലിയ ഒരുപാട് ഫീച്ചേഴ്സുകളൊന്നും അതിൽ കാണില്ല. സിംപ്ലി ഒരു ഗ്രാഫ് തുടങ്ങി അവസാനം പോയത് ഫ്രാക്ചർ ആകാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു പ്ലാസ്റ്റിക് റീജണോ സ്ട്രെയിൻ ഹാർഡനിങ് റീജണോ അങ്ങനെയുള്ള കുറെ റീജൻസ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്തൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. സോ ഇത്തരം മെറ്റീരിയൽസിനെ നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്ന് പറയും. നേരത്തെ കണ്ട മൈൽഡ് സ്റ്റീൽ മെറ്റീരിയലിനാണ് ഡക്റ്റൈൽ മെറ്റീരിയൽ. കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ സംഭവിച്ചതിന് ശേഷം മാത്രം ബ്രേക്ക് ആവുന്ന ഫ്രാക്ചർ സംഭവിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഡക്റ്റൈൽ മെറ്റീരിയൽ. അതിന്റെ ഒരു മെഷർ ആണ് പെർസെന്റേജ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. പെർസെന്റേജ് ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻടു 100%. ഓക്കെ, അതായത് സ്ട്രെയിൻ ലീനിയർ സ്ട്രെയിനിനെ പെർസെന്റേജ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് പെർസെന്റേജ് ഇലോങ്ങേഷൻ. ഈ ഒറിജിനൽ ലെങ്തിനെയാണ് നമ്മൾ ഗേജ് ലെങ്ത് എന്ന് പറയാം. എത്ര ലെങ്തിലാണ് ഞാൻ സ്ട്രെയിൻ മെഷർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ഗേജ് ലെങ്ത്, വിച്ച് ഈസ് ഈക്വൽ ടു 5.65 √A0. അതായത് ഒറിജിനലി നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണോ അതാണ് A0 എന്ന് പറയുന്നത്. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് 5.65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ലെങ്ത് ആണ് ഗേജ് ലെങ്ത്. ഇതിൽ നിന്ന് എത്ര ഇലോങ്ങേഷൻ വന്നു എന്നുള്ളതാണ് ഡെൽറ്റയിൽ കാണിക്കുന്നത്. So if this percentage elongation is less than 5%, it is considered as a brittle material. അതായത് കൺസിഡറബിൾ ഡീഫർമേഷൻ അത് കാണിക്കില്ല, സഡൻ ഫ്രാക്ചർ ആണ് അവിടെ സംഭവിക്കുന്നത്. അത്തരം മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ് കാസ്റ്റ് അയൺ. ഇനി ഗ്രേറ്റർ ദാൻ 15% ആണ് ആക്ച്വലി നമ്മൾ ഡക്റ്റൈൽ എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഗ്രേറ്റർ ദാൻ 5% എന്നുള്ളത് ഡക്റ്റൈൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, 5 to 15 എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ്ലി ഡക്റ്റൈൽ എന്നുള്ള ഒരു കേസാണ്. പെർഫെക്റ്റ്ലി ഡക്റ്റൈൽ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വരണമെങ്കിൽ 15% മുകളിൽ നിന്നാണ് സാധാരണ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുള്ളത്. ഇനി ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റില് ആദ്യം ഈ ഒരു പോർഷൻ, അതായത് ലീനിയർ റീജിയനിൽ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് തീറ്റ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു സ്ലോപ്പ് കിട്ടും. ദാറ്റ് സ്ലോപ്പ് ഈസ് ഗിവൺ ബൈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വാട്ട്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ. And that value is called modulus of elasticity. Modulus of elasticity അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. ഡിഫറെന്റ് മെറ്റീരിയൽസിന് ഡിഫറെന്റ് വാല്യൂ ആയിരിക്കും. ഇൻഡിപെൻഡന്റ് ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽസിന്റെ യങ്സ് മോഡുലസ് ഇൻ ജിഗാ പാസ്കലിലൂടെ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്യുക. എസ്പെഷ്യലി സ്റ്റീല്, കാസ്റ്റ് അയൺ, അലുമിനിയം, ഈ 3 പേരുടെയെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സ്റ്റീലിന്റെ ഏകദേശം സ്റ്റാൻഡേർഡ് വാല്യൂ 210 ജിഗാ പാസ്കൽ ആണ് എടുക്കാറ്. അലുമിനിയത്തിന്റെ ഒരു 69 to 70 റേഞ്ചിലാണ് സ്റ്റാൻഡേർഡ് വാല്യൂയുടെ ആൻസർ കണ്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഷിയർ മോഡുലസ്. ഇതേപോലെ തന്നെ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ എടുത്താലും ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്നും പറയും. ഓക്കെ, മോഡുലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഇറ്റ് സ്റ്റാൻഡേർഡ് വാല്യൂസ് ഗിവൺ ഫോർ ദീസ് 3 മെറ്റീരിയൽസ്. നൗ പോയ്സൺസ് റേഷ്യോ ഇസ് അനദർ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിനെ ഞാൻ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലാറ്ററൽ ഡയമെൻഷനും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എലോങ് ദ ഫോഴ്സ് ഡയറക്ഷൻ ദർ ഇസ് എ സ്ട്രെയിൻ വിച്ച് ഇസ് കോൾഡ് ലീനിയർ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. എലോങ് ദ ഡയമീറ്റർ ദർ ഇസ് ഓൾസോ അനദർ സ്ട്രെയിൻ വിച്ച് ഇസ് കോൾഡ് ഡയമെട്രൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ എന്ത് പറയാം, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അതായത് ലോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെയിൻ ആണ് ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ, ലോഡിന് അലോങ് ആയിട്ടുള്ള സ്ട്രെയിൻ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്ന രീതിയിൽ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 2 സ്ട്രെയിൻസിന്റെ വാല്യൂ ഒരു ഫിക്സഡ് റേഷ്യോ ആയിരിക്കും എന്നാണ് പോയ്സൺ കണ്ടുപിടിച്ചത്. അതായത് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും എന്നാണ് പോയ്സൺ കണ്ടുപിടിച്ചത്. ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് കോൾഡ് പോയ്സൺസ് റേഷ്യോ. സോ പോയ്സൺസ് റേഷ്യോ ഇസ് ഗിവൺ ബൈ ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, ഇതിലെ ഒരു ചെറിയൊരു കറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു മോഡിഫിക്കേഷൻ ഈ ഫോർമുലയിൽ നമ്മൾ വരുന്നത് ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇലോങ്ങേഷൻ ആണെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ കംപ്രഷൻ ആയിരിക്കും അല്ലെ. ഈ ഒരു ഓപ്പോസിറ്റ് നേച്ചർ കാരണം ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരാറുണ്ട്. സോ ദിസ് ഇസ് ദ കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഫോർ പോയ്സൺസ് റേഷ്യോ മൈനസ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. നൗ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ പോയ്സൺസ് റേഷ്യോട് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് സോളിഡ്സിന്റെ കേസിൽ പറയുമ്പോൾ 0 എന്നാണ് അതിന്റെ വാല്യൂ തുടങ്ങുന്നത്. അപ്രോക്സിമേറ്റ്ലി 0 ആണ് കോർക്ക് പോലെയുള്ള മെറ്റീരിയൽസ്. അതുപോലെ തന്നെ ഇൻകംപ്രസിബിൾ മെറ്റീരിയൽസിന്റെ കേസ് ചോദിക്കാറുണ്ട്. അപ്പൊ 2 ലിമിറ്റുകൾ അറിഞ്ഞിരിക്കാം. കോർക്കിന് 0 ആണ്. റബ്ബർ അതുപോലെ തന്നെ ഇൻകംപ്രസിബിൾ മെറ്റീരിയലിന് ചോദിക്കുകയാണെങ്കിൽ അത് ഏകദേശം 0.5 ആണ് വാല്യൂ. ദിസ് ഇസ് ദ മാക്സിമം പോസിബിൾ ലിമിറ്റ് ഓഫ് പോയ്സൺസ് റേഷ്യോ. ഓക്കെ, ഇൻകംപ്രസിബിൾ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിലെ നെറ്റ് വോളിയം ചേഞ്ച് ഇല്ലാത്ത മെറ്റീരിയൽസ് ആണെന്ത് ഈ പറഞ്ഞ ഇൻകംപ്രസിബിൾ മെറ്റീരിയൽ. അതായത് ലാറ്ററലി എത്ര ചുരുങ്ങുന്നോ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിൽ എത്ര എക്സ്പാൻഡ് ചെയ്യുന്നോ അത്ര തന്നെ ലാറ്ററലി ചുരുങ്ങും. സോ നെറ്റ് വോളിയം ചേഞ്ച് ഇല്ലാത്ത മെറ്റീരിയൽസ് ആണ് ഇൻകംപ്രസിബിൾ മെറ്റീരിയൽ. വോളിയം ചേഞ്ച് ഇല്ലാത്ത മെറ്റീരിയൽസിനെ 2 രീതിയിൽ പറയാം.
ഒന്നുകിൽ എത്ര ഇലോങ്ങേഷൻ വൈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈസ് എത്ര വോളിയം ചേഞ്ച് വരുന്നു അത്ര തന്നെ റിഡക്ഷൻ ലാറ്ററലിയും സംഭവിക്കുന്നു. അതുകൊണ്ട് നെറ്റ് ചേഞ്ച് ഇൻ വോളിയം 0. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലും യാതൊരു ഡീഫർമേഷനും ഇല്ലാത്ത മെറ്റീരിയലും ഇൻകംപ്രസിബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ കാരണം അവിടെ ചേഞ്ച് ഇൻ വോളിയം 0 ആണ്. അത് നമ്മൾ റിജിഡ് ബോഡീസ് എന്ന് പറയും. റിജിഡ് ബോഡീസ്. ആ റിജിഡ് ബോഡീസിന്റെ കേസിൽ പോയ്സൺസ് റേഷ്യോ 0.5 ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ. സോ റബ്ബറിന്റെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നെറ്റ് വോളിയം ചേഞ്ച് 0 ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നെക്സ്റ്റ് അപ്രോക്സിമേറ്റ് യങ്സ് മോഡൽസിന് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ടങ്സ്റ്റൺ കാർബൈഡ് പോലുള്ള വേറെ ആൾക്കാരെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അലുമിനിയത്തിന്റെ അറൌണ്ട് 70, കാസ്റ്റ് അയൺ 100 to 170, അതിന്റെ കാർബൺ പെർസെന്റേജ് മാറുന്നതിനനുസരിച്ച് ചെറുതായിട്ട് അത് മാറും. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അറൌണ്ട് 200 ഓർ സ്റ്റാൻഡേർഡ് ആയിട്ട് 210 എടുക്കാറുണ്ട്. ടങ്സ്റ്റൺ കാർബൈഡിനെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ലാർജ് വാല്യൂ 550 to 700 ആണ്. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യനിലെ റേഞ്ച് വരുന്നത് 3, 4, 1, 2 എന്നുള്ള ആ ഒരു ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും പോവുക. ഒന്നുകൂടെ ഒരു കാര്യം മനസ്സിലാക്കുക, പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്ന യങ്സ് മോഡുലസ് എന്ന് പറയുന്ന വാല്യൂ ഒരു മെറ്റീരിയലിന്റെ സ്റ്റിഫ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതായത് ലാർജർ ദ യങ്സ് മോഡുലസ് ദ സ്റ്റിഫർ ദ മെറ്റീരിയൽ ഈസ്. അതായത് പെട്ടെന്ന് ഡിഫ്ലക്ട് ആവില്ല മെറ്റീരിയൽ. ഒരു ലോഡ് അപ്ലൈ ചെയ്താലും പെട്ടെന്ന് അതിലൊരു ഇലോങ്ങേഷൻ വരാത്ത മെറ്റീരിയൽസിന് യങ്സ് മോഡുലസിന്റെ വാല്യൂ കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, measured mechanical properties of material are same in a particular direction at each point. This property of the material is known as. Depending on the variation of properties, mechanical properties എങ്ങനെയാണ് ഒരു മെറ്റീരിയലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ വേരിയേഷൻ കാണിക്കുന്നത് എന്നതിന്റെ ബേസിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽസിനെ ഒരു 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോമോജിനിയസ്, ഐസോട്രോപിക്, ഓർത്തോട്രോപിക് ആൻഡ് അനൈസോട്രോപിക്. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഹോമോജിനിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഹോമോജിനിയസ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആർ സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ എ ഗിവൺ ഡയറക്ഷൻ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാ ഡയറക്ഷനിലും സെയിം ആണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഓൾ പോയിന്റ്സ്, അറ്റ് ഓൾ പോയിന്റ്സ്, എല്ലാ ത്രൂ ഔട്ട് വോളിയം ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒരു ഗിവൺ വാല്യൂ ഓഫ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ യങ്സ് മോഡുലസ് ഞാൻ എക്സ് ഡയറക്ഷൻ മാത്രം ഫിക്സ് ചെയ്യും. എക്സ് ഡയറക്ഷനിലെ മെറ്റീരിയലിനെ ലോഡ് ചെയ്തിട്ട് ഓരോ പോയിന്റിലും ഈ വാല്യൂസ് ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിംഗിൾ വാല്യൂ. ജനറലി ഹോമോജിനിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് ഒരു ഹോമോജിനിയസ് പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിക്കുക. ഐസോട്രോപിക് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എല്ലാ ഡയറക്ഷനിലും പ്രോപ്പർട്ടീസ് ചെയ്യും. എന്ന് വെച്ചാൽ പോയിന്റ് ടു പോയിന്റ് പ്രോപ്പർട്ടീസ് മാറാം, പക്ഷെ ഡയറക്ഷൻ അനുസരിച്ച് മാറാൻ പാടില്ല. എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ഒക്കെ എന്താണ് സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നതാണ് ഐസോട്രോപ്പി എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ ആയിട്ട് ഐസോട്രോപിക് മെറ്റീരിയൽസിന്റെ സ്റ്റീല് ഒരു ഓൾമോസ്റ്റ് ഐസോട്രോപിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അലുമിനിയം, കോപ്പർ, ഗ്ലാസ്, കോൺക്രീറ്റ് ഒക്കെ നമ്മൾ ഐസോട്രോപിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. ഓർത്തോട്രോപിക് മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെന്റ് ഇൻ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്. അതായത് എക്സ് ഡയറക്ഷനിൽ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും, വൈ ഡയറക്ഷനിൽ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും, സെഡ് ഡയറക്ഷനിൽ വേറെ പ്രോപ്പർട്ടി ആയിരിക്കും. എക്സാമ്പിൾ ആണ് വുഡ്. അനൈസോട്രോപിക് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ്. ഏത് ഡയറക്ഷൻസ് എടുത്താലും നിങ്ങൾക്ക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. എക്സാമ്പിൾ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, കാർബൺ, കോമ്പോസിറ്റ്സ് എക്സെട്ര. ഇത് നിങ്ങൾക്ക് ഒരു ജോമെട്രി ആയിട്ട് ഒരു അനാലജി വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഒരു സർക്കിൾ എടുക്കുകയാണ്. ഈ സർക്കിളിന് നിങ്ങൾ ഏത് ഓറിയന്റേഷനിൽ വെച്ചാലും അത് സർക്കിൾ തന്നെയല്ലേ? മാത്രമല്ല അതിന്റെ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷനും ഉള്ള പ്രോപ്പർട്ടീസ്, ഞാനിപ്പോ ഒരു 2 ഡയമെൻഷണൽ കേസ് പറയാണ്. ഒരു എക്സ് വൈ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ എങ്ങനെ ഓറിയന്റ് ചെയ്താലും സെയിം ഡയമെൻഷൻസ് തന്നെയല്ലേ നിങ്ങൾക്ക് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനും കിട്ടാം. ഇതാണ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. അതായത് ഏത് ഓറിയന്റേഷനിൽ വെച്ചാലും പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. നൗ കൺസിഡർ എ റെക്ടാങ്കിൾ. ഫോർ എക്സാമ്പിൾ ഇത് L ആണ്, ഇത് B ആണ്, ഇത് D ആണെന്ന് വിചാരിക്കാം. ഓക്കെ. ഇപ്പൊ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ ഡിഫറെന്റ് വാല്യൂസ് അല്ലേ ഡയമെൻഷൻസ്. ഇതിനെ നിങ്ങൾ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് തല തിരിച്ചു വെച്ച് നോക്കൂ, അപ്പോഴും നിങ്ങൾക്ക് സെയിം തന്നെയല്ലേ വരുന്നത്, B ആൻഡ് D. ഓക്കെ. ദിസ് ഇസ് കോൾഡ് ഓർത്തോട്രോപ്പി. മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് ഡിഫറെന്റ് ആണ്, പക്ഷെ ഒരു സെർട്ടൻ ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇനീഷ്യൽ പ്രോപ്പർട്ടീസ് അലൈൻഡ് ആയിട്ട് വരും. അതായത് ദർ ഇസ് എ റൊട്ടേഷണൽ സിമെട്രി ഫോർ ഓർത്തോട്രോപ്പി. നൗ കൺസിഡർ എ കംപ്ലീറ്റ്ലി ഇറഗുലർ ഷേപ്പ്. ഈ ഷേപ്പിനെ നിങ്ങൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ വീണ്ടും പഴയ ഓറിയന്റേഷനിൽ വരുള്ളൂ. അതിനർത്ഥമില്ല 0 to 360 ഡിഗ്രിയിലെ ഇൻ ബിറ്റ്വീൻ ഏത് ഓറിയന്റേഷനിൽ നിങ്ങൾ വെച്ചാലും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലും പ്രോപ്പർട്ടീസ് അലൈൻഡ് ആവില്ല. അത്തരം കേസാണ് അനൈസോട്രോപിക് എന്ന് പറയുന്നത്. ഐഡിയ മനസ്സിലായോ? ദർ ഇസ് നോ റൊട്ടേഷണൽ സിമെട്രി, എനി റൊട്ടേഷൻസ്, എനി ആംഗിൾ, ഡിഫറെന്റ് പ്രോപ്പർട്ടി.
ഓർത്തോട്രോപ്പില് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആംഗിൾസിൽ ഡിഫറെന്റ് പ്രോപ്പർട്ടി, പക്ഷെ അതിന്റെ മീനിങ് ഇതാണ്, ഒരു സെർട്ടൺ ആംഗിൾ ഓഫ് റൊട്ടേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് അലൈൻഡ് ആയിട്ട് വരും. ഓക്കെ, അതാണ് ഓർത്തോട്രോപ്പിയും അനൈസോട്രോപ്പിയും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W Newton per unit length is carried by a simply supported beam over the whole span L. The shear force at the center of the beam is most important chapter in strength of material is shear force and bending moment. കാരണം അത് ഒരു ബീമിന്റെ ഡിസൈനിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. സോ അത് വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്റർ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പലതരത്തിലുള്ള ബീമുകൾ നമുക്കറിയാം. ഒരു സൈഡിൽ മാത്രം ഫിക്സഡ്, ഒരു സൈഡിൽ ഫ്രീ ആയിട്ടുള്ളതാണ് കാൻഡിലിവർ ബീം. ഇതിന്റെ രണ്ടെൻഡും ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഫിക്സഡ് ബീം അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ബീംസ് എന്ന് പറയാറുണ്ട്. ഇതിന്റെ ഒരു സൈഡിൽ ഒരു സിമ്പിൾ സപ്പോർട്ട് അല്ലെങ്കിൽ റോളർ അല്ലെങ്കിൽ ഹിഞ്ച് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ പ്രോപ്ഡ് കാൻഡിലിവർ. ദെൻ രണ്ട് സൈഡിലും സിമ്പിൾ സപ്പോർട്ടുകളായിട്ടുള്ള ഒരു സൈഡിൽ ഹിഞ്ചും ഒരു സൈഡിൽ റോളറും കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇതിന്റെ തന്നെ ഒരു സൈഡില് ഇൻ ബിറ്റ്വീൻ റോളേഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ സിമ്പിൾ സപ്പോർട്ടുകൾ കൊടുക്കുകയാണെങ്കിൽ ബിക്കംസ് എ കണ്ടിന്യൂസ് ബീം. ഈ ബീമിന്റെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സപ്പോർട്ടുകൾ കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഇരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ടിന് വെളിയിലേക്ക് ആ ബീമിന്റെ ഒരു സർട്ടൻ ലെങ്ത് ഓവർ ഹാങ്ങിങ് നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് എൻ ഓവർ ഹാങ്ങിങ് ബീം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ എൻറ്റയർ ലെങ്തില് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കൊടുത്തിരിക്കുകയാണ്. ഇനി പലതരത്തിലുള്ള ലോഡുകൾ എന്തൊക്കെയാണ്? ഒരു സെർട്ടൺ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലോഡുകളാണ് പോയിന്റ് ലോഡുകൾ. ഇതിൽ തന്നെ കോൺസെൻട്രേറ്റഡ് മൊമെന്റുകൾ വരാം. അതായത് ഒരു സെർട്ടൺ പോയിന്റിൽ ഞാനൊരു കപ്പിൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബിക്കംസ് എ കോൺസെൻട്രേറ്റഡ് മൊമെന്റ്. ദെൻ ഒരു ബീമിന്റെ ത്രൂ ഔട്ട് ലെങ്തില് ഈക്വൽ ഇന്റൻസിറ്റിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. ത്രൂ ഔട്ട് ലെങ്തിൽ വേണമെന്നില്ല, ഒരു സെർട്ടൺ ലെങ്തിൽ പെർ യൂണിറ്റ് ലെങ്തിലെ ഇന്റൻസിറ്റി ഓഫ് ലോഡ് കോൺസ്റ്റന്റ് ആകുന്ന രീതിയിൽ അതിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പറയാം W പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ്. ഇതിന്റെ ഇന്റൻസിറ്റി നമ്മൾ ടോട്ടൽ ലോഡ് എന്നുള്ള രീതിയിലാണ് പറയാം. ഇനി ഒരു സൈഡിൽ 0 ഒരു സൈഡിൽ മാക്സിമം വാല്യൂ വരുന്നതിനെയാണ് നമ്മൾ യൂണിഫോംലി വേരിയിങ് ലോഡ്. മാക്സിമം വാല്യൂ വരുന്ന, പക്ഷേ അതിന്റെ വേരിയേഷൻ ലീനിയർ ആയിരിക്കണം, ഗ്രാജുവലി ഇൻക്രീസിങ്. ഇനി ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരാം, അതായത് ഇത്തരത്തിലുള്ള ലോഡുകളും വരാം. അതിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് ഒരു UDL അതുപോലെ തന്നെ ഒരു UVL ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ലോഡുകളാണ്. അപ്പൊ ഇവിടെ എന്താണ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബീമിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷനിലെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ക്രോസ് സെക്ഷന്റെ ഐദർ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഉള്ള ഫോഴ്സുകളുടെ ആൾജിബ്രായിക് സമ്മിനെയാണ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ദ ഫോഴ്സ് വിച്ച് ഈസ് ട്രൈങ് ടു ഷിയർ എ പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ. Now, what is bending moment? അതുപോലെ ഒരു ക്രോസ് സെക്ഷനിലെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ഉള്ള ടോട്ടൽ ഫോഴ്സുകളുടെ റിസൾട്ടൻ മൊമെന്റിനാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ദ നെറ്റ് മൊമെന്റ് വിച്ച് ഈസ് ട്രൈങ് ടു ബെൻഡ് ദ ബീം. ഓക്കെ, ഇതാണ് എന്ത്. അപ്പൊ ഇവിടെ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്, അതിന്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ നമ്മൾ UDL അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിന്റെ സെന്ററിലെ ഷിയർ ഫോഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെയും വേരിയേഷൻസ് കാണിക്കുന്ന ഡയഗ്രാംസ് ആണ് എന്ത് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഈ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് കേസുകൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 0 ആണ്. അപ്പൊ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കേസുകൾ നോക്കാം. കാൻഡിലിവർ വിത്ത് പോയിന്റ് ലോഡ്. കാൻഡിലിവർ ബീമിന്റെ എൻഡില് W എന്ന് പറയുന്ന ഒരു പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഈസ് എ റെക്ടാംഗുലർ ഡയഗ്രാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീമിന്റെ ഏത് സെക്ഷനിലും ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് ലോഡ് W. ഓക്കെ, നൗ അപ്പൊ ഫിക്സഡ് എൻഡിലാണെങ്കിലും ഫ്രീ എൻഡിലാണെങ്കിലും ത്രൂ ഔട്ട് എന്താണ് ഇറ്റ്സ് വാല്യൂ ഇസ് W. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണെങ്കിൽ ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ്, അതിനർത്ഥം ഇവിടെ 0 അറ്റ് ദ ഫ്രീ എൻഡ് ആൻഡ് ഇറ്റ് ഈസ് ലീനിയർലി ഇൻക്രീസിംഗ് ടു എ മാക്സിമം വാല്യൂ WL അറ്റ് ദ ഫിക്സഡ് എൻഡ്. ഓക്കെ, നൗ കാൻഡിലിവർ വിത്ത് UDL ആണ്. UDL നമ്മൾ ഒരു റെക്ടാങ്കുലർ ലോഡിംഗ് എന്നും പറയാറുണ്ട്, കാരണം അതിന്റെ ഇന്റൻസിറ്റി അതിന്റെ ഗ്രാഫ് വരുന്ന ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ്. ഈ കേസിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ലീനിയർ വേരിയേഷൻ ആയിട്ട് വരും. ഇറ്റ് ഈസ് ലീനിയർലി ഇൻക്രീസിംഗ് ടു മാക്സിമം വാല്യൂ WL അറ്റ് ദ ഫിക്സഡ് എൻഡ്, 0 അറ്റ് ദ ഫ്രീ എൻഡ്. Now, bending moment diagram is a parabola. Parabolic ആണ്. ആ പരാബോളയുടെ വാല്യൂ 0 at the free end and it is maximum value WL square by 2 at the fixed end. Now, cantilever with the UVL, uniformly varying load ആണെങ്കിൽ 0 at the ലോഡിന്റെ വാല്യൂ പറയുമ്പോൾ 0 at the free end, maximum at the fixed end ആണെങ്കിൽ maximum value ആണ് W പറഞ്ഞിരിക്കുന്നത്. And shear force diagram becomes a parabolic curve and its maximum value is WL by 2. 0 at the free end. Bending moment diagram ഒരു cubic curve ആയിട്ട് മാറും. Cubic curve. അതിന്റെ again 0 at the free end, maximum value WL square by 6 at the fixed end.
അറ്റ് എനി സെക്ഷൻ എക്സ് ഡിസ്റ്റൻസ് ഫ്രം ഫ്രീ എൻഡിലെ വാല്യൂസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ആ വേരിയേഷൻ എങ്ങനെയാണെന്ന് കിട്ടുന്നത്. എക്സ് സ്ക്വയറിന് പ്രപ്പോർഷൻ ആയതുകൊണ്ടാണ് അത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം പരാബോളിക് ആയിട്ട് വരുന്നത്. എക്സ് ക്യൂബിന് പ്രപ്പോർഷൻ ആയതുകൊണ്ടാണ് അത് ഒരു ക്യൂബിക് കർവ് ആയിട്ട് വരുന്നത്. കാൻഡിലിവർ വിത്ത് കപ്പിൾ, ഫ്രീ എൻഡിൽ ഒരു കപ്പിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഈ കേസിൽ ത്രൂ ഔട്ട് ലെങ്ത്തിൽ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. ആൻഡ് ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും, ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. ഈ കപ്പിളിന്റെ ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും എല്ലാ സെക്ഷനിലും ഡെവലപ്പ് ചെയ്യുക. സോ ആ കേസിൽ ബെൻഡിങ് മൊമെന്റ് ഈസ് എ റെക്ടാംഗുലർ ഡയഗ്രാം ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് M0. ആ അപ്ലൈഡ് കപ്പിൾ തന്നെയായിരിക്കും ത്രൂ ഔട്ട് ഉണ്ടായിരിക്കാം. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിലേക്ക് വരുമ്പോൾ മിഡ് സ്പാനില്, കറക്റ്റ് മിഡ് സ്പാനില് ഒരു W എന്ന് പറയുന്ന ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റെക്ടാംഗിൾസ് ആയിരിക്കും. ഓരോ സപ്പോർട്ട് റിയാക്ഷനും W/2 W/2 ആയിരിക്കും. സോ അതേ വാല്യൂ ഉള്ള അതേ ഹൈറ്റ് ഉള്ള രണ്ട് റെക്ടാംഗിൾസ് ആയിരിക്കും വരിക, L/2 L/2 വിഡ്ത്ത് ഉള്ള റെക്ടാംഗിൾസ്. ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ബിക്കംസ് എ ട്രയാംഗിൾ, ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആയിട്ട് മാറും. ആൻഡ് ഇറ്റ്സ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് സെന്ററിലായിരിക്കും വരിക, വിച്ച് ഈസ് WL/4. എപ്പോഴും മിക്കവാറും കേസുകളിലൊക്കെ, സ്റ്റാൻഡേർഡ് കേസുകളിലൊക്കെ ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സപ്പോർട്ടിലെ ബെൻഡിങ് മൊമെന്റുകൾ എത്രയായിരിക്കും, എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് UDL. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കേസ്. ത്രൂ ഔട്ട് ലെങ്ത്തിൽ UDL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് റിയാക്ഷൻ ഈസ് WL/2 WL/2. സോ നിങ്ങളുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം തുടങ്ങുന്നത് ആ വാല്യൂലായിരിക്കും, ഹാഫ് WL ഹാഫ് WL. സോ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾസ് ആയിട്ടാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. അതായത് ലീനിയർ വേരിയേഷൻ ആയിരിക്കും. അതിന്റെ സെന്ററിലെ വാല്യൂ എത്രയായിരിക്കും, ഇറ്റ് ഈസ് 0. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഭാഗം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇൻ ദ ബീം. അത് ഇപ്പോഴും മിഡ് സ്പാനിലായിരിക്കും. ഇതൊരു പരാബോളിക് കർവ് ആണ്, രണ്ട് എൻഡുകളിൽ 0, മാക്സിമം വാല്യൂ WL²/8 ആണ്. ആൻഡ് ഒരു സിമെട്രിക് ആയിട്ടുള്ള UVL വരുന്ന കേസാണ് നെക്സ്റ്റ്. വളരെ റെയർ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ബെൻഡിങ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം പരാബോളിക് ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് W/D. ഈ ടോട്ടൽ ലോഡ്, ഈ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ ലോഡ് കിട്ടും ഹാഫ് ഇൻറ്റു ഈ വാല്യൂ W ആണെങ്കിൽ ഹാഫ് WL ആണ് വരിക. ഇതിനെ ഞാൻ ക്യാപിറ്റൽ W എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ W/2 ക്യാപിറ്റൽ W/2 ആയിരിക്കും രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസ്. ഇവിടെയും സെന്ററിൽ 0 ആയിരിക്കും, സിമെട്രിക് ലോഡിംഗ് ആയതുകൊണ്ട് ഷിയർ ഫോഴ്സ് അറ്റ് ദ സെന്റർ ഈസ് 0. ആൻഡ് ക്യാപിറ്റൽ WL/6 ആണ് ഈ എന്ത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഒരു അനദർ സ്പെഷ്യൽ കേസ് ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സെന്ററിൽ അല്ലെങ്കിൽ ഇനി പർട്ടിക്കുലർ ലൊക്കേഷനിൽ എന്ത് അപ്ലൈ ചെയ്യാം, ഒരു കപ്പിൾ അപ്ലൈ ചെയ്യാം, ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് അപ്ലൈ ചെയ്യാം. ആ കേസിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം 0 ആയിരിക്കും, സോറി ഷിയർ ഫോഴ്സ് ഡയഗ്രാം 0 ആവില്ല. ദർ ഇസ് എ ഫിക്സഡ് വാല്യൂ. ആ വാല്യൂ എന്ന് പറയുന്നത് M/L ആയിരിക്കും, നിങ്ങൾ അപ്ലൈ ചെയ്ത മൊമെന്റ്/L ആയിരിക്കും. ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് ട്രയാംഗിൾസ് ആയിരിക്കും. MA/L, A എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസിലാണ് ഞാൻ കപ്പിൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്, MA/L MA/L. ദിസ് ഇസ് ദ വാല്യൂ. രണ്ട് സപ്പോർട്ടുകൾ എപ്പോഴും 0 തന്നെ ആയിരിക്കും. സോ ഇതാണ് സ്റ്റാൻഡേർഡ് കേസുകൾ. അപ്പൊ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ ഒരു വേരിയേഷൻ നോക്കുകയാണെങ്കിൽ, അതായത് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റും ലോഡിനനുസരിച്ച് അങ്ങനെ വാരി ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, നേച്ചർ ഓഫ് ലോഡ്, അതായത് രണ്ട് പോയിന്റ് ലോഡ്സിനിടയ്ക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എപ്പോഴും ഒരു ഹൊറിസോണ്ടൽ വേരിയേഷൻ ആയിരിക്കും, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു ലീനിയർ വേരിയേഷൻ ആയിരിക്കും, അതായത് ഒരു ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും. ഇനി UDL വരുന്ന കേസിൽ, UDL വരുന്ന പോർഷനിൽ എപ്പോഴും ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇൻക്ലൈൻഡ് ലൈൻ ആയിരിക്കും, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പരാബോള ആയിരിക്കും. UVL വരുന്ന ഭാഗത്ത് പരാബോളിക് ആയിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ക്യൂബിക് പരാബോള അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്യൂബിക് കർവ് എന്ന് പറഞ്ഞാലും മതി. അതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് എന്താണ്, ഇവർ തമ്മിലുള്ള റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വേരിയേഷൻ വരുന്നത്. സോ ദാറ്റ് റിസൾട്ട് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ലോഡ് ഇന്റൻസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഇസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ്. ഈ രണ്ട് റിസൾട്ടുകൾ ഇമ്പോർട്ടന്റ് ആണ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് തരുന്നത് ലോഡ് ഇന്റൻസിറ്റി ആണ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് തരുന്നത് ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലെ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള ഏരിയ, രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് ആണ് കിട്ടുക, MA - MB ഓർ MB - MA ആണ് കിട്ടുക. MB - MA ആണ് കിട്ടുക. അത് ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് വാല്യൂ ആയിരിക്കും കിട്ടുക, ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ അല്ല കിട്ടുക. ഓക്കെ, ഇത്രയും പോയിന്റ്സുകൾ SFD BMD ആയിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ്. സ്ട്രെയിൻ എനർജി എന്ന് പറയുന്ന ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകം സിലബസിലെടുത്ത് പറയുന്നുണ്ട്. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിനെ ഡീഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഡീഫോംഡ് ആകുന്ന സമയത്ത്
അതിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡ്, അതിൽ ചെയ്യുന്ന വർക്കാണ് അതിൽ സ്ട്രെയിൻ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൽ ഒരു എഫേർട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ, ഒരു ലോഡ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു ഡീഫോർമേഷൻ വരുള്ളൂ. ഈ ലോഡ്, അതിന്റെ ലോഡിന്റെ സോഴ്സ് എന്താണോ ആ സോഴ്സ് അതിലേക്ക് ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി ഇതിലെ മോളിക്കുലർ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ ഈ സ്ട്രെയിൻ എനർജിയുടെ പ്രത്യേകത എന്താ? ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ അതിന്റെ ഒറിജിനൽ സൈസ് റീഗെയിൻ ചെയ്യാൻ പറ്റും. ലോഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ സൈസ് റീഗെയിൻ ചെയ്യാൻ പറ്റും. ഒരു ബോഡിക്ക് അങ്ങനെ ഒരു ഒറിജിനൽ സൈസ് റീഗെയിൻ ചെയ്യണമെങ്കിൽ അതിന് ഒരു എനർജി വേണ്ടേ? അപ്പൊ ഞാൻ അത്രയും നേരം അതിൽ ചെയ്തിരുന്ന വർക്ക്, അതിനെ ഡീഫോം ചെയ്യാനായിട്ട് ചെയ്തിരുന്ന വർക്ക് മെറ്റീരിയലിൽ സ്റ്റോർ ചെയ്യുന്നു. അത് മെറ്റീരിയൽ ജസ്റ്റ് ഒരു സ്ട്രെച്ചിങ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ മെറ്റീരിയലിന്റെ ബോണ്ടിങ്ങിൽ ബ്രേക്കിംഗ് വരുന്നില്ല. ആ ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തിരുന്ന വർക്ക് ആ മെറ്റീരിയലിൽ ഒരു സ്റ്റോറിയാണ്. അതായത് സ്പ്രിങ്ങിനെ ഞാൻ വലിച്ചു പിടിക്കുന്ന പോലെയാണ്. ജസ്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ് അതിന്റെ പഴയ പൊസിഷനിലേക്ക് വരും. ഇത്തരം റിക്കവറബിൾ സ്ട്രെയിൻ എനർജിനെയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. റെസിലിയൻസ്. ഇപ്പൊ മാക്സിമം എത്ര വരെ എനിക്ക് ആ റെസിലിയൻസ് കാണിക്കാൻ പറ്റും? അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് വരെയല്ലേ പറ്റുള്ളൂ. ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം ഞാൻ വീണ്ടും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൽ ബോണ്ടിങ് ബ്രേക്ക് ആവും. അതായത് ഞാൻ ചെയ്യുന്ന വർക്ക്, അതിനെ ഡീഫോം ചെയ്യാനായിട്ട് ചെയ്യുന്ന വർക്ക് അവിടെ ലോസ് ആയി പോയി. മെറ്റീരിയലിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു. പിന്നെ അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല, അല്ലെ? അതായത് സ്പ്രിങ്ങിന്റെ ഇടയ്ക്കുള്ള ചില കോയിൽസുകൾ പൊട്ടിപ്പോകുന്ന പോലെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന പോലെ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ ഒരിക്കലും കറക്റ്റ് ഷേപ്പിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. പിന്നെ ആ ബ്രേക്ക് ചെയ്യാത്ത ബോണ്ടുകൾ എത്രയുണ്ടോ അത്രയും അനുസരിച്ച് അത് റിക്കവർ ചെയ്യും. സോ മാക്സിമം ഞാൻ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ അതിനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിലീസ് ചെയ്താലും വീണ്ടും അത് പഴയ പൊസിഷനിലേക്ക് വരും. ദാറ്റ് ഈസ് കോൾഡ് പ്രൂഫ് റെസിലിയൻസ്. പ്രൂഫ് റെസിലിയൻസ് എന്നാണ് അതിനെ പറയാം. സോ മാക്സിമം റിക്കവറബിൾ സ്ട്രെയിൻ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് വരെയാണ്. ദാറ്റ് ഈസ് കോൾഡ് പ്രൂഫ് റെസിലിയൻസ്. ഇനി ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് മെറ്റീരിയലൊക്കെ ബോണ്ടിങ് ഒക്കെ ബ്രേക്ക് ചെയ്ത് അപ് ടു ഫ്രാക്ചർ വരെ അതിനെ പിടിച്ച് വലിച്ചു. അത് ജസ്റ്റ് പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോകുന്നത് വരെ ഈ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് അതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ടഫ്നെസ്. ഓക്കെ, മെറ്റീരിയലിനെ അപ് ടു ഫ്രാക്ചർ വരെ ലോഡ് ചെയ്യാനായിട്ട് എത്ര വർക്ക് ചെയ്തു, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ടഫ്നെസ്. ഇനി വാട്ട് ഈസ് മോഡുലസ് വാല്യൂ? മോഡുലസ് എന്നുള്ള വാല്യൂ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് വോളിയത്തിൽ എത്ര സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യുന്നതാണ് മോഡുലസ് വാല്യൂ ഉദ്ദേശിക്കുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് മോഡുലസുകളാണുള്ളത്. ഒന്നാമത്തെയാണ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. അതായത് മെറ്റീരിയലിലെ പ്രൂഫ് റെസിലിയൻസ് എന്നാന്ന് പറഞ്ഞു. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഞാൻ അതിനെ ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന എനർജി ആണ് എന്ത്? പ്രൂഫ് റെസിലിയൻസ്. ആ പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇനി ടഫ്നെസ് എന്ന് പറയുന്ന ഒരു വാല്യൂ പറഞ്ഞു. അപ് ടു ഫ്രാക്ചർ വരെ ഞാൻ അതിനെ ലോഡ് ചെയ്യാണ്. ആ ലോഡ് ചെയ്യുന്ന എനർജി പെർ യൂണിറ്റ് വോളിയം ആണെന്ത്? മോഡുലസ് ഓഫ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത് മാക്സിമം സ്ട്രെയിൻ എനർജി അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ്. അതെന്താണ്? പ്രൂഫ് റെസിലിയൻസ് ആണ്. അതിന്റെ പെർ യൂണിറ്റ് വോളിയത്തിലെ വാല്യൂ എന്താണ്? മോഡുലസ് ഓഫ് റെസിലിയൻസ് ആണ്. So strain energy, when loads are applied to a body, they will deform the material. This external work will be converted to internal work അല്ലെങ്കിൽ internal energy called strain energy. Internal work എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ ഡീഫോം ചെയ്യാനായിട്ടുള്ള ഒരു വർക്ക് ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നു. ആ എനർജി ആണെന്ത്? സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. This energy is always positive quantity and it is caused by the action of either normal stress അല്ലെങ്കിൽ shear stress. നോർമൽ സ്ട്രെസ്സും വരാം, ഷിയർ സ്ട്രെസ്സും വരാം. അപ്പോൾ നോർമൽ സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജി കാണാനുള്ള ഫോർമുലയാണ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. ഇന്റഗ്രൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. ഓക്കെ, നൗ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതുകയാണെങ്കിൽ, സോ ഇഫ് ദ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു ഓൺലി നോർമൽ സ്ട്രെസ്സസ്, നോർമൽ സ്ട്രെസ് മാത്രമേ അതിൽ ആക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എനർജി കാണാനുള്ള ഫോർമുലയാണ് ഒരു ചെറിയൊരു എലമെന്റ് ഡി വി വോളിയുള്ള ഒരു ചെറിയ എലമെന്റിൽ സ്ട്രെയിൻ എനർജി കാണാനാണ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു അതിന്റെ വോളിയം. അപ്പൊ എനിക്ക് ടോട്ടൽ മെറ്റീരിയൽ ഉള്ള സ്ട്രെയിൻ എനർജി കാണാനായിട്ട് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ആ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ മെറ്റീരിയൽ ഈസ് ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. ആ ചെറിയ എലമെന്റിന്റെ വോളിയം ടോട്ടൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതേ ടേംസിനെ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. നമുക്കറിയാം ഹുക്സ് ലോ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് ഹുക്സിൽ അപ്ലൈ ചെയ്യാം. ആക്ച്വലി അത് തെറ്റാണ്. പ്രപ്പോർഷണൽ ലിമിറ്റ് വരെയാണ് ഹുക്സ് ലോ ആക്ച്വലി വാലിഡ് ആകുന്നത്. പക്ഷെ വളരെ ക്ലോസ് ആയിട്ടിലേക്ക് എടുക്കുന്ന രണ്ട് പോയിന്റ്സ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഞാൻ അത് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ആ കേസിൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. സോ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു ഡി വി ഇന്റഗ്രൽ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സിഗ്മ സ്ക്വയർ ബൈ 2e ഇൻറ്റു ഡി വി. ഇങ്ങനെയും എഴുതാം, സിഗ്മ സ്ക്വയർ ബൈ 2e ഇൻറ്റു ഡി വി. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഓൾറെഡി ഈ ഒരു പാരാമീറ്റർ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലോഡ് കണ്ടീഷൻ, ക്രോസ് സെക്ഷൻ എക്സെട്ര. മെറ്റീരിയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന.
അതുകൊണ്ട് അതിന്റെ ടേംസിലുള്ള എക്സ്പ്രഷൻ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നൗ ഇതാണ് ആ ഇക്വേഷൻ, σ²/2e/dv. ഇതേപോലെ തന്നെ സ്ട്രെസ് ഞാൻ ഷിയർ സ്ട്രെസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഷിയർ സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജി τ²/2g/dv. ഇതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഒരു മെറ്റീരിയലിലെ ഡീഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ വരാം. ഒന്നുകിൽ അതിന്റെ സൈസ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാം. സൈസിൽ ചേഞ്ച് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർമൽ സ്ട്രെസ് ആയിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങളാണ് സൈസിൽ ചേഞ്ച് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ആക്സിയൽ പുള്ള് അല്ലെങ്കിൽ പുഷ് കൊടുത്തു, ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ സൈസ് ചേഞ്ച് ചെയ്യും. അതിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു നോർമൽ സ്ട്രെസ് ആണ്. ഇനി അല്ലെങ്കിൽ ഒരു ബെൻഡിങ് ജനറേറ്റ് ചെയ്യുക, ബെൻഡിങ് വരുമ്പോൾ അതിൽ ഇലോങ്ങേഷനും കോൺട്രാക്ഷനും വരുന്നുണ്ട്, അതുകൊണ്ട് അതും നോർമൽ സ്ട്രെസ് ആണ് ജനറേറ്റ് ചെയ്യുക. ഇത്തരത്തില് സൈസ് ചേഞ്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ എനർജി ആണെന്ത് നേരത്തെ കണ്ട ഇക്വേഷൻ ഇന്റഗ്രൽ σ²/2e/dv. ഇനി ഷേപ്പിൽ ചേഞ്ച് വരുത്തുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ആണ് ഷിയർ സ്ട്രെസ്, അല്ലെ? ഷേപ്പിൽ ചേഞ്ച് വരുത്തുന്ന പ്രധാനമായിട്ട് രണ്ടുപേരാണ്. ഒന്ന് ഷിയർ ഫോഴ്സ്, ഷിയർ ഫോഴ്സിലെ ഒരു ഷേപ്പിൽ ചേഞ്ച് വരും. അതുപോലെ തന്നെ ടോർഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ട്വിസ്റ്റിംഗ് വരുമ്പോൾ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് ആണ് വരുന്നത്. ആ സ്ലൈഡിങ്ങിലും എന്ത് വരും? ഷേപ്പിൽ ചേഞ്ച് വരും. ഇത് രണ്ടുമാണ് ഷിയർ സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ഷിയർ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഇപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻസ്, അതായത് ഒരു ആക്സിയൽ ലോഡ് കാരണം ഒരു നോർമൽ സ്ട്രെസ് വരും എന്ന് പറഞ്ഞു. ആ ആക്സിയൽ ലോഡ് കാരണമുള്ള ലോഡിന്റെ ടേംസിലെ ഇക്വേഷൻ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും: P²L/2AE. പി എന്ന് പറയുന്ന ഒരു ആക്സിയൽ ലോഡാണ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സ്ട്രെയിൻ എനർജി കാണാനുള്ള ഫോർമുലയാണ് P²L/2AE. ഇനി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഇൻ സ്ട്രെയിൻ എനർജി ഈസ് സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ്. കാരണം ഒരു ബീമില് ഷിയർ ഫോഴ്സ് ഉണ്ട്, ബെൻഡിങ് മൊമെന്റ് ഉണ്ട്. ഇതിലെ മാക്സിമം കോൺട്രിബ്യൂഷൻ ഈസ് ബൈ ബെൻഡിങ്. ബെൻഡിങ് ആണ് ഈ സ്ട്രെയിൻ എനർജി, ടോട്ടൽ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ആരായിരിക്കും? ഈ ബെൻഡിങ് കാരണമുള്ള സ്ട്രെയിൻ എനർജിക്ക് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ 0 to L m²/2EI/dx. ഇതാണ് ഇക്വേഷൻ. അതിന്റെ ഒരു ആക്ച്വൽ ഇക്വേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്യുവർലി എം എന്ന് പറയുന്ന ഒരു ടേംസിലേക്ക് എഴുതണമെങ്കിൽ m²L/2AE കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ആണ് വരുന്നതെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഇതിന് ഈ എം എങ്ങനെ കിട്ടും? നമ്മൾ ഓരോ കേസിലും കണ്ടില്ലേ, ഒരു പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് എ സെക്ഷൻ എക്സ് ഡിസ്റ്റൻസ് ബെൻഡിങ് മൊമെന്റ് ഈസ് വാട്ട്? W×x, അല്ലെ? W ലോഡ് ആണെങ്കിൽ W×x. ആ ഇക്വേഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം കിട്ടാനായിട്ട്. അല്ലെങ്കിൽ എം കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രം ഈ m²/2a എന്ന് പറയുന്ന ടേമിന് അങ്ങനെ തന്നെ നമുക്ക് വെളിയിലേക്ക് എഴുതാം, ഇന്റഗ്രൽ 0 to L dx എന്ന് മാത്രമായിട്ട് മാറും. അതുകൊണ്ട് ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, this is one of the most important equation in strain energy. Now, ടോർഷൻ കാരണമുള്ള സ്ട്രെയിൻ എനർജി ഇന്റഗ്രൽ 0 to L T²/2gj/dx. ഇവിടെയും ടോർക്ക് കോൺസ്റ്റന്റ് ആണെങ്കിൽ T²/2gj എന്നുള്ള ടേം നമുക്ക് വെളിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ L എന്ന് വരും. T²L/2g. അപ്പൊ ഇക്വേഷൻസ് ഒക്കെ ഒരു സിമിലർ നേച്ചറാണ്. P²L/2AE, m²L/2EI, T²L/2gj. ഈ ഒരു ഫോമുല എടുക്കുന്ന എല്ലാ ഇക്വേഷനും, അല്ലെ? അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അതിലെ ഡിനോമിനേറ്ററിൽ എടുക്കുന്ന ടേമിനെ നമ്മൾ റിജിഡിറ്റി എന്നാണ് പറയാം. അതിൽ ആദ്യം കണ്ട ടേം AE എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ആക്സിയൽ റിജിഡിറ്റി എന്ന് പറയും. EI എന്ന് പറയുന്ന ടേമിനെ ഫ്ലക്സ്ചറൽ റിജിഡിറ്റി എന്ന് പറയും. GJ എന്ന് പറയുന്ന ടേമിനെ ടോർഷണൽ റിജിഡിറ്റി എന്ന് പറയും. റിജിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡിനോട് എത്രത്തോളം ഡീഫർമേഷൻ, എത്രത്തോളം റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടെന്നതാണ്. റിജിഡിറ്റി കൂടുതലാണെങ്കിൽ കൂടുതൽ ലോഡ് അപ്ലൈ ചെയ്താലേ അത് ഡീഫോം ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. അതായത് ഇറ്റ് ഈസ് ഷോയിങ് സം ഹൈ റെസിസ്റ്റൻസ് ടു എക്സ്റ്റേണൽ ലോഡ്. അതാണ് റിജിഡിറ്റി, അല്ലെങ്കിൽ ഡീഫർമേഷനോട് നല്ല റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് എന്ന് കാണിച്ചു തരുന്ന ടേമാണ് ഈ റിജിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻസ് നോക്കുകയാണെങ്കിൽ റെസിലിയൻസ് ഇസ് ദ സ്ട്രെയിൻ എനർജി വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇറ്റ് ഈസ് ദ റിക്കവറബിൾ സ്ട്രെയിൻ എനർജി. പ്രൂഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ റെസിലിയൻസിന്റെ ഒരു മാക്സിമം വാല്യൂ. അപ്പൊ റിക്കവർ ചെയ്യണമെങ്കിൽ അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എത്തണ്ടേ? അപ്പൊ അറ്റ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് പ്രൂഫ് റെസിലിയൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് എ മാക്സിമം റിക്കവറബിൾ സ്ട്രെയിൻ എനർജി. ടഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു ഫ്രാക്ചർ വരെയുള്ള സ്ട്രെയിൻ എനർജിയാണ് ടഫ്നെസ്. ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഇമ്പാക്ട് സ്ട്രെങ്ത്. സഡൻ ലോഡുകളെ ക്യാരി ചെയ്യാനുള്ള കഴിവ്, സഡൻ ലോഡുകളെ റെസിസ്റ്റൻസ് എത്രത്തോളം ഓഫർ ചെയ്യുന്നുണ്ട് എന്നതൊക്കെ കാണിച്ചു തരുന്ന ഒരു ടൈമാണ് ടഫ്നെസ്. മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയാണ്. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് ടഫ്നെസ് ഉണ്ട്, വിച്ച് ഇസ് ദ ടഫ്നെസ് പെർ യൂണിറ്റ് വോളിയം. ഇനി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ലോഡ് ഡിഫ്ലക്ഷൻ കർവിന്റെ അടിയിലുള്ള ഏരിയ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക എപ്പോഴും ടോട്ടൽ സ്ട്രെയിൻ എനർജി ആയിരിക്കും. ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് എടുക്കുന്നതെങ്കിൽ അത് മോഡുലസ് വാല്യൂ ആയിരിക്കും. അതായത് പെർ യൂണിറ്റ് വോളിയത്തിൽ സ്ട്രെയിൻ എനർജി ആണ് നിങ്ങൾ വേണ്ടതെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ഏരിയ എടുക്കണം. ഇനി ടോട്ടൽ സ്ട്രെയിൻ എനർജി, എൻറ്റയർ മെറ്റീരിയലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രെയിൻ എനർജിയുടെ വാല്യൂ ആണ് വേണ്ടതെങ്കിൽ ലോഡ് ഡിഫ്ലക്ഷൻ കർവിന്റെ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഏരിയ ആണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Two shafts, one solid and other hollow, made of the same material will have the same strength and stiffness if both are of the same length, weight, polar modulus, weight as well as polar modulus, length, weight as well as polar modulus. അത് രണ്ട് ഷാഫ്റ്റുകൾക്ക് സെയിം മെറ്റീരിയൽ ആണ്, ഒന്ന് ഹോളോ ആണ്, ഒന്ന് സോളിഡ് ആണ്. രണ്ടുപേർക്കും സെയിം സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും ഉണ്ട്. അപ്പൊ ഈ ടേംസുകൾ എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് ഇതിന്റെ ആൻസർ വരുന്നത് ലെങ്ത് ആസ് വെൽ ആസ് പോളാർ മോഡുലസ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ടോർഷൻ എന്ന് പറയുന്ന ആയിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ തിയറി എന്തൊക്കെയാ നോക്കാം. ഓക്കെ, അപ്പൊ ടോർഷൻ ഫോർമുലയിലേക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ടോർക്ക് പ്യുവർ ടോർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. പ്യുവർ ടോർഷൻ എന്ന് വെച്ചാൽ ഒരു ടോർഷണൽ ഡീഫർമേഷൻ മാത്രമേ ബോഡിയിൽ വരുന്നുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് ആണ് പ്യുവർ ടോർഷൻ. ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ടോർക്ക് ടി ഞാൻ അപ്ലൈ ചെയ്തു. ആ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിലിണ്ടറിക്കൽ റോഡ് ആണ് വിച്ച് ഇസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ. മെഷീനറിയിലൊക്കെ പവർ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോമ്പോണന്റ് ആണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ജനറലി അതിന് സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. സർക്കുലർ തന്നെ സോളിഡ് സർക്കുലറും വരാം, ഹോളോ സർക്കുലറും വരാം. ഓക്കെ, അപ്പോ ഈ ഒരു പാരാമീറ്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടോർഷൻ ഫോർമുല ഈസ് ഗിവൺ ബൈ ടി ബൈ ജെ ഈക്വൽസ് ടോ ബൈ ആർ ഈക്വൽസ് ജി തീറ്റ ബൈ എൽ. ടി എന്ന് പറയുന്നത് അപ്ലൈഡ് ടോർക്ക്, ജെ ഈസ് ദ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ആണെങ്കിൽ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ വരും? അതിന്റെ ക്രോസ് സെക്ഷണൽ പ്രോപ്പർട്ടി ആണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ക്രോസ് സെക്ഷൻ. ഇതാണ് ഈ സെഡ് ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അത് സോളിഡ് സർക്കിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു പൈ ഡി റീസ് ടു 4/32 ആണ് വരിക. ഏത് ഇക്വേഷൻ ആണ്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അല്ലെ. അതിന്റെ തന്നെ പ്ലെയിനിൽ കിടക്കുന്ന രണ്ട് ആക്സിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണെന്ത്? പൈ ഡി റീസ് ടു 4/64. സോ പൈ ഡി റീസ് ടു 4/64 പ്ലസ് പൈ ഡി റീസ് ടു 4/64 അതാണ് ഈ പെർപെൻഡിക്കുലർ ആക്സിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിച്ച് ഈസ് പൈ ഡി റീസ് ടു 4/32. ഇനി ഇതേപോലെ തന്നെ ഹോളോ സർക്കിൾ ആണെങ്കിലോ ഔട്ടർ മൈനസ് ഇന്നർ, അതായത് പൈ ബൈ 32 ഇൻറ്റു ക്യാപിറ്റൽ ഡി റീസ് ടു 4 മൈനസ് സ്മോൾ ഡി റീസ് ടു 4. ഇതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ടോ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റേഡിയസിൽ നിങ്ങളൊരു ലെയർ കൺസിഡർ ചെയ്യാം. ഒരു പർട്ടിക്കുലർ റേഡിയസ് R പറയുന്ന റേഡിയസിലെ ഒരു ലെയർ കൺസിഡർ ചെയ്യാൻ അവിടെയുള്ള ഷിയർ സ്ട്രെസ് ആണ് ടോ എന്ന് പറയുന്നത്. ടോർഷണൽ ഷിയർ സ്ട്രെസ് ഈസ് ടോ. ജി എന്ന് പറയുന്നതിന്റെ മോഡുലസ് ഓഫ് റിജിഡിറ്റി, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, എൽ എന്ന് പറയുന്നത് ലെങ്ത്. തീറ്റ മസ്റ്റ് ബി ഇൻ റേഡിയൻ ആയിരിക്കണം. റേഡിയനിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. പൈ റേഡിയൻ ആണ് 180 ഡിഗ്രി. പൈ റേഡിയൻ ഈസ് 180 ഡിഗ്രി എന്ന് ആലോചിച്ചാൽ മതി കൺവേർഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ടോർഷൻ ഫോർമുലയിൽ ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻ ടോ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ ബൈ ജെ. ദാറ്റ് ഈസ് ടോ ഈസ് പ്രപ്പോർഷൻ ടു റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്. സോ ഒരു ലീനിയർ വേരിയേഷൻ ആയിരിക്കും ടോർഷണൽ ഷിയർ സ്ട്രെസ്സിന് ഉണ്ടായിരിക്കുക. ഇറ്റ് ഈസ് 0 അറ്റ് ദ സെന്റർ ആൻഡ് മാക്സിമം വാല്യൂ അറ്റ് ദ ഔട്ടർ സർഫസ്. ആൻഡ് ദാറ്റ് മാക്സിമം വാല്യൂ ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ക്യാപിറ്റൽ ആർ ബൈ ജെ ആയിരിക്കും. ഓക്കെ, ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ ഇന്നർ പോർഷനിൽ മെറ്റീരിയൽ ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആ ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല. ഇവിടെ ആയിരിക്കും വരിക. ഒരു മിനിമം വാല്യൂവിൽ നിന്ന് മാക്സിമം വാല്യൂവിലേക്കാണ് ഇത് വരുന്നത്. സോ ഇന്നർ സർഫസ് ഓഫ് ദ ഷാഫ്റ്റിലെ വാല്യൂ 0 അല്ല, പകരം ഒരു മിനിമം വാല്യൂ ആയിരിക്കും വിച്ച് ഇസ് ഗിവൺ ബൈ ടി ഇൻറ്റു ഇന്നർ റേഡിയസ് ബൈ ജെ. ഇവിടെ വരുന്നത് ടി ഇൻറ്റു ഔട്ടർ റേഡിയസ് ബൈ ജെ. ഓക്കെ, നൗ സോ ടോ മാക്സ് ഈക്വൽ ടു ടി ഇൻറ്റു ക്യാപിറ്റൽ ആർ ബൈ ജെ. ഇനി പോളാർ സെക്ഷൻ മോഡുലസ് ZP എന്ന് പറയുന്ന ടേം എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ജെ ബൈ ആർ. അതായത് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഔട്ടർ റേഡിയസും തമ്മിലുള്ള റേഷ്യോനാണ് എന്ന് പറയുന്നത് പോളാർ സെക്ഷൻ മോഡുലസ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തായിരിക്കും? ടി ഈസ് ഈക്വൽ ടു ടോമാക്സ് ഇൻറ്റു ZP ആണ്. ZP അല്ലെ, ഈ ഇക്വേഷൻ ടോമാക്സ് ഇസ് ഈക്വൽ ടു ടി ബൈ ZP എന്ന് ഇതാ. സോ ടി ഈസ് ഈക്വൽ ടു ടോമാക്സ്. അതായത് ഒരു ഷാഫ്റ്റിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു ZP. അതായത് സ്ട്രെങ്ത് ഓഫ് എ ഷാഫ്റ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പോളാർ സെക്ഷൻ മോഡുലസ്. ഒരു ഷാഫ്റ്റിന് മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുന്ന ടോർക്കാണ് അതിന്റെ സ്ട്രെങ്ത്തിന്റെ ഒരു മെഷർ എന്ന് പറയുന്നത്. അത് എന്തിന് പ്രപ്പോർഷൻ ആണ്? ഈ പോളാർ സെക്ഷൻ മോഡുലസിന്റെ ഒരു പ്രപ്പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ പോളാർ സെക്ഷൻ മോഡുലസ് കൂടുതലുള്ള ഷാഫ്റ്റിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും, കുറവുള്ള ഷാഫ്റ്റിന് സ്ട്രെങ്ത് കുറവായിരിക്കും. രണ്ടാമത്തെ ഒരു ടേമാണ്. അതിന് മുന്നേ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, സോളിഡ് സർക്കുലർ ഷാഫ്റ്റിന്റെ പോളാർ സെക്ഷൻ മോഡുലസ് കാണാനായിട്ട് പൈ ഡി ക്യൂ ബൈ 16. കാരണം എന്താ? ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റിന്റെ ജെ എന്തായിരുന്നു? പൈ ഡി റീസ് ടു 4/32 ആയിരുന്നു. അതിന്റെ ഔട്ടർ റേഡിയസ് എന്ന് വെച്ചാൽ d/2 ആണ്. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പൈ ഡി ക്യൂ ബൈ 16. സിമിലർലി ഫോർ എ ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ പൈ ബൈ 16 ക്യാപിറ്റൽ ഡി റീസ് ടു 4 മൈനസ് സ്മോൾ ഡി റീസ് ടു 4/d. ഇതാണെന്ത്? ഹോളോ ഷാഫ്റ്റിന്റെ പോളാർ മോഡുലസ്. ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുലകളും ചോദിച്ചിട്ടുണ്ട്, അതും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ടോർഷണൽ റിജിഡിറ്റി ആൻഡ് സ്റ്റിഫ്നെസ്. എനി റിജിഡിറ്റി എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു,
ഒരു പർട്ടിക്കുലർ ഡീഫർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഏതാന്ന് നോക്കുക. അതായത് ലീനിയർ ഡീഫർമേഷൻ ആണെങ്കിൽ അതിന് യങ്സ് മോഡുലസ് ആയിരിക്കും, ടോർഷൻ അല്ലെ ഷിയർ ഡീഫർമേഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഷിയർ മോഡുലസ് ആയിരിക്കും. ദെൻ കറസ്പോണ്ടിങ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലെങ്കിൽ എനി റെസിസ്റ്റൻസ് ക്വാണ്ടിറ്റി. അതായത് ഒരു നമ്മുടെ ആക്സിയൽ റിജിഡിറ്റി എ ഇ എന്ന് പറഞ്ഞു, അവിടെ ലീനിയർ ഡീഫർമേഷൻ ആയതുകൊണ്ട് ഇ എന്ന് പറയുന്ന യങ്സ് മോഡുലസ് ആയിരിക്കും വരിക. രണ്ടാമത് ഈ എ എന്ന് പറയുന്നത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്ത് നോക്കും, എ കൂടുന്നതിനനുസരിച്ച് മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് കൂടും. ഒരു പർട്ടിക്കുലർ റോഡിൽ ഞാനൊരു ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഭാഗത്തെ മെറ്റീരിയൽ ആണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, അല്ലെ അതിന്റെ ക്രോസ് സെക്ഷനിലുള്ള മെറ്റീരിയൽ ആണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് കൂടുതൽ റെസിസ്റ്റൻസ് അത് കാണിക്കും, കൂടുതൽ ലോഡ് അതിനെ ക്യാരി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ എ എന്ന് പറയുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ്, ഹൗ മച്ച് റെസിസ്റ്റൻസ് ഇറ്റ് ക്യാൻ ഓഫർ ടു ആൻ ആക്സിയൽ ലോഡ്. അതാണ് എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ പ്രൊഡക്റ്റ് ആയിരിക്കും എപ്പോഴും എന്ത് ഈ പറഞ്ഞ റിജിഡിറ്റി എന്ന് പറയുന്നത്, ആക്സിയൽ റിജിഡിറ്റി. ഇനി ഫ്ലെക്സുറൽ റിജിഡിറ്റി എന്തായിരുന്നു, ഇ എന്ന് പറയുന്നത് വരാൻ കാരണം എന്താ, അവിടെയും ഒരു ഇലോങ്ങേഷൻ ആൻഡ് കോൺട്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യങ്സ് മോഡുലസ് വന്നു. ഇനി ഐ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. ഒരു ക്രോസ് സെക്ഷന് എത്രത്തോളം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. ബെൻഡിങ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള റൊട്ടേഷൻ അല്ലേ. അപ്പൊ കൂടുതൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ള ക്വാണ്ടിറ്റി ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിന് കൂടുതൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റും ടു ബെൻഡിങ്, അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെ പ്രൊഡക്റ്റ് ആയിരിക്കും ഫ്ലെക്സുറൽ റിജിഡിറ്റി. സിമിലർലി ജി ജെ എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ജി വന്നത്, കാരണം ടോർഷൻ കാരണം ജനറേറ്റ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ്. കറസ്പോണ്ടിങ് മോഡുലസ് ഞാൻ അവിടെ എടുത്തു. ജെ എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ് ഇസ് എ റെസിസ്റ്റൻസ് ടു റൊട്ടേഷൻ. പക്ഷെ ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ, അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ജെ. സോ ദിസ് പ്രൊഡക്റ്റ് ഈസ് കോൾഡ് വാട്ട്, ടോർഷണൽ റിജിഡിറ്റി. ഓക്കെ. Now ടോർഷണൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എനി സ്റ്റിഫ്നെസ് ഈസ് ലോഡ് ബൈ ഡീഫർമേഷൻ. യൂണിറ്റ് ഡീഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര ലോഡ് ഞാൻ അതിൽ അപ്ലൈ ചെയ്യണം, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റിഫ്നെസ്. അപ്പൊ എന്തായിരിക്കും ആക്സിയൽ സ്റ്റിഫ്നെസ്, എത്ര ലോഡ് ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്താലാണ് അതിൽ എത്ര ഇലോങ്ങേഷൻ ക്രിയേറ്റ് ചെയ്യുക, യൂണിറ്റ് ഇലോങ്ങേഷൻ ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, ആക്സിയൽ സ്റ്റിഫ്നെസ്. സിമിലർലി വാട്ട് വിൽ ബി ദ ടോർഷണൽ സ്റ്റിഫ്നെസ്. ടോർഷണൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പർട്ടിക്കുലർ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ആംഗുലർ മൂവ്മെന്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ യൂണിറ്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ടോർക്ക് ഞാൻ അപ്ലൈ ചെയ്യണം, ദാറ്റ് ഈസ് കോൾഡ് വാട്ട്, ടോർഷണൽ സ്റ്റിഫ്നെസ്. അപ്പൊ നേരത്തെ കണ്ട ഫോർമുല ടി ബൈ ജെ ഈക്വൽസ് ജി തീറ്റ ബൈ എൽ അല്ലെ. അപ്പൊ അതിൽ നിന്ന് ടി ബൈ തീറ്റ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും, ജി ജെ ബൈ എൽ. ദിസ് ടേം ഈസ് കോൾഡ് വാട്ട്, ടോർഷണൽ സ്റ്റിഫ്നെസ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബോത്ത് ദ ഷാഫ്റ്റ്സ്, ഹോളോ ഷാഫ്റ്റും സോളിഡ് ഷാഫ്റ്റിനും സെയിം സ്ട്രെങ്ത്തും സെയിം ടോർഷണൽ സ്റ്റിഫ്നെസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ട്രെങ്ത് ഞാൻ പറഞ്ഞു എത്ര ടോർക്ക് അതിനെ ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ടി ഈസ് ഈക്വൽ ടു ടോമാക്സ് ഇൻറ്റു സെഡ് പി. അപ്പോ ടി ഓഫ് ഹോളോ ഷാഫ്റ്റ് ഇസ് ഈക്വൽ ടു ടി ഓഫ് സോളിഡ് ഷാഫ്റ്റ്. രണ്ടുപേരും സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് രണ്ടുപേർക്കും സെയിം ആയിരിക്കും. സെഡ് പി എന്തായിരിക്കണം, അപ്പോ സെഡ് പിയെ മാത്രമാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ രണ്ടുപേർക്കും ടോർക്കും സെയിം ആണെങ്കിൽ സെഡ് പി ഓഫ് ഹോളോ ഷാഫ്റ്റ് ഇസ് ഈക്വൽ ടു സെഡ് പി ഓഫ് സോളിഡ് ഷാഫ്റ്റ് ആയിരിക്കണം അല്ലെ. രണ്ടുപേരും ഒരേ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഒരേ മെറ്റീരിയൽ ആണ്, ഇതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഓരോ മെറ്റീരിയലിന് മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റുന്ന ടോർഷണൽ ഷിയർ സ്ട്രെസിന്റെ വാല്യൂ അവിടെ ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. ആ മെറ്റീരിയൽ പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇയാളെ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ രണ്ടുപേർക്കും സെയിം ടോർഷണൽ ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ മാക്സിമം ടോർക്ക് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി രണ്ടുപേർക്കും സെയിം ആണെങ്കിൽ അതിനർത്ഥം രണ്ടുപേർക്കും ഒരേ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ സെയിം ആയിരിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ എന്ത് കണ്ടീഷൻ കിട്ടി, സെഡ് പി ഓഫ് ഹോളോ ഷാഫ്റ്റ് ഈക്വൽസ് സെഡ് പി ഓഫ് സോളിഡ് ഷാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ ഹോളോ ബൈ ഔട്ടർ റേഡിയസ് ഓഫ് ഹോളോ ഇസ് ഈക്വൽ ടു ജെ സോളിഡ് ബൈ ഔട്ടർ റേഡിയസ് ഓഫ് സോളിഡ് അല്ലെ. ജെ ബൈ ആർ ആണെന്ത്, സെഡ് പി. ഇനി നോക്കൂ, ഒരേ സൈസ് ഉള്ള ഒരേ ഔട്ടർ റേഡിയസ് ഉള്ള ഒരു ഹോളോ ഷാഫ്റ്റും ഒരു സോളിഡ് ഷാഫ്റ്റും ഞാൻ എടുത്തു. ഒരേ മെറ്റീരിയൽ ഒരേ ഔട്ടർ റേഡിയസ് ആണ് രണ്ടുപേർക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും ഒരേ സ്ട്രെങ്ത് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉള്ളിലെ മെറ്റീരിയൽ ഇല്ലാത്ത ആളാണെന്ത് ഈ ഹോളോ ഷാഫ്റ്റ്, ത്രൂ ഔട്ട് മെറ്റീരിയൽ ഉള്ള ആളാണ് സോളിഡ് ഷാഫ്റ്റ്. ഒബ്വിയസ്ലി അത്രയും മെറ്റീരിയൽ റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ട് ഇയാളുടെ സ്ട്രെങ്ത് കൂടും, സോളിഡ് ഷാഫ്റ്റിന്റെ സ്ട്രെങ്ത് കൂടും. അപ്പൊ രണ്ടുപേർക്കും ഒരേ സ്ട്രെങ്ത് ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്തായിരിക്കും, ഇയാളുടെ ഔട്ടർ റേഡിയസ് കുറച്ചും കൂടെ കൂടിയിരിക്കണ്ടേ, ഈ ഹോളോ ഷാഫ്റ്റിന്റെ ഔട്ടർ റേഡിയസ് കുറച്ചും കൂടെ കൂടിയിരിക്കണ്ടേ. കാരണം അതിന്റെ ഉള്ളിൽ എലിമിനേറ്റ് ചെയ്ത മെറ്റീരിയലിനെ നമുക്ക് പുറത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലേ
കുറച്ചും കൂടെ കൂടുതൽ റെസിസ്റ്റൻസ്, സോളിഡ് ഷാഫ്റ്റിന് അത്രയും റെസിസ്റ്റൻസ് ഈ ഹോളോ ഷാഫ്റ്റിന് കാണിക്കാൻ പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഹോളോ ഷാഫ്റ്റിന്റെ റേഡിയസ്, ഔട്ടർ റേഡിയസ് ഈസ് ഗ്രേറ്റർ ദാൻ സോളിഡ് ഷാഫ്റ്റിന്റെ റേഡിയസ്. ഒരേ റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ സോളിഡ് ഷാഫ്റ്റിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ, ഹോളോ ഷാഫ്റ്റിന് സ്ട്രെങ്ത് കുറവായിരിക്കും. അതുകൊണ്ട് ഔട്ടർ റേഡിയസ് കുറച്ച് കൂടുതലുള്ള ഹോളോ ഷാഫ്റ്റ് എടുത്താലേ നമുക്ക് സെയിം സ്ട്രെങ്ത് എന്നുള്ള കണ്ടീഷൻ മാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് സ്റ്റിഫ്നെസ് എന്നുള്ള കണ്ടീഷനിലേക്ക് പോകാം. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ GJ/L ആണ് അല്ലെ. അപ്പൊ ഹോളോ ഷാഫ്റ്റിന്റെയും സോളിഡ് ഷാഫ്റ്റിന്റെയും GJ/L സെയിം ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സെയിം സ്റ്റിഫ്നെസ് ഫോർ ഹോളോ ആൻഡ് സോളിഡ് ഷാഫ്റ്റ്. ഇനി രണ്ടുപേരുടെയും മെറ്റീരിയൽ പ്രോപ്പർട്ടി സെയിം ആണ്, കാരണം ഒരേ മെറ്റീരിയൽ ആണ് ഹോളോ ആൻഡ് സോളിഡ് എന്ന് പറഞ്ഞാൽ G ക്യാൻസൽ ചെയ്യാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ റേഷ്യോ രണ്ടുപേർക്കും സെയിം ആണ്. പക്ഷെ ഡിനോമിനേറ്റർ ഹോളോ ഷാഫ്റ്റിനാണ് കൂടുതൽ, സോളിഡ് ഷാഫ്റ്റിന് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററും അതിനനുസരിച്ച് കൂടിയാലല്ലേ ഈ റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ പറ്റുള്ളൂ അല്ലെ. രണ്ടുപേർക്കും ഒരേ വാല്യൂ ഓഫ് J ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഡിനോമിനേറ്റർ കൂടുതലുള്ള ആളുടെ കുറഞ്ഞു പോയില്ലേ. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ കൂടിയിരുന്നാൽ മാത്രമേ ഈ റേഷ്യോ എനിക്ക് ഈക്വൽ ആകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് J ഓഫ് ഹോളോ ഷാഫ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ J ഓഫ് സോളിഡ് ഷാഫ്റ്റ്. ഓക്കെ, അപ്പൊ ഐഡിയ മനസ്സിലായോ? ജസ്റ്റ് ഞാൻ സിമ്പിൾ നമ്പേഴ്സ് വെച്ച് കാണിക്കാം. സംതിങ് P divided by 4 equals Q divided by 2. ഓക്കെ, ഈ റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ രണ്ട് സൈഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 16/4 is 4. അതേ റേഷ്യോ ഇവിടെ കിട്ടണമെങ്കിൽ എനിക്ക് ഇവിടെ 8 കൊടുത്താൽ പോരെ. ഇതാണ് വരുന്നത്. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ കൂടിയിരുന്നാൽ മാത്രമേ ആ റേഷ്യോ എനിക്ക് കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ പറ്റുള്ളൂ. സിംപ്ലി അതാണ് അതിന്റെ കൺസെപ്റ്റ്. അതായത് നമുക്ക് എന്ത് കിട്ടി? J ഓഫ് ഹോളോ ഷാഫ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ J ഓഫ് സോളിഡ് ഷാഫ്റ്റ് എന്ന് കിട്ടി. അപ്പൊ ഈ റേഷ്യോയില് J ഓഫ് ഹോളോ ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ L ഓഫ് ഹോളോ ഷാഫ്റ്റ് ഈക്വൽസ് J ഓഫ് സോളിഡ് ഷാഫ്റ്റ് ബൈ L ഓഫ് സോളിഡ് ഷാഫ്റ്റ്. ഇനി നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ ഇവിടേക്ക് കൊണ്ടുവരാം. J ഹോളോ ബൈ L ഹോളോ ഇസ് ഈക്വൽ ടു J സോളിഡ് ബൈ L സോളിഡ്. ഓൾറെഡി ന്യൂമറേറ്റർ ഇയാൾക്ക് കൂടുതലാണ്. അപ്പൊ ഈ റേഷ്യോ ഈക്വൽ ആക്കിയിട്ട് നിർത്തണം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ കൂടിയിരിക്കണ്ടേ, ഡിനോമിനേറ്ററും അതിനനുസരിച്ച് കൂടിയിരിക്കണ്ടേ. തൊട്ട് മുന്നേ പറഞ്ഞ അതേ കണ്ടീഷൻ. J ഹോളോ ബൈ L ഹോളോ J സോളിഡ് ബൈ L സോളിഡിന് ഈക്വൽ ആണ്. പക്ഷെ J ഹോളോ ഈസ് ഗ്രേറ്റർ ദാൻ J സോളിഡ്. അപ്പൊ ന്യൂമറേറ്റർ ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ, അതുകൊണ്ട് ഡിനോമിനേറ്ററും ലെഫ്റ്റ് സൈഡിൽ തന്നെ കൂടിയിരിക്കണം, അപ്പോഴേ കോൺസ്റ്റന്റ് ആകുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ L ഹോളോ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ L സോളിഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക് വരുന്നത്. ഇവിടെയാണ് ഈ ക്വസ്റ്റിന്റെ ഒരു പാരഡോക്സ് വരുന്നത്. അതായത് പ്യുവർലി ഈ ക്വസ്റ്റ്യൻ ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു മാത്തമാറ്റിക്കൽ കൺസ്ട്രെയിൻ കൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണിത്. അതായത് ഒരു നമ്മൾ ഈ പറയുന്ന G എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി, മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എനി ക്രോസ് സെക്ഷൻ. ജസ്റ്റ് മെറ്റീരിയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ G അവിടെ നിൽക്കട്ടെ, സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് G ക്യാൻസൽ ചെയ്യാം. J എന്ന് പറയുന്നത് ഒരു ക്രോസ് സെക്ഷൻ പ്രോപ്പർട്ടി ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് ഓർ മെറ്റീരിയൽ. മെറ്റീരിയലിനെയും ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒന്നാണ് J എന്ന് പറയുന്നത്. ഓക്കെ, L എന്ന് പറയുന്നത് അനദർ ഇൻഡിപെൻഡന്റ് പ്രോപ്പർട്ടി, അതായത് മെറ്റീരിയലിനെയോ ക്രോസ് സെക്ഷനെയോ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒന്നാണ് ലെങ്ത്. അപ്പൊ ഇവര് ആക്ച്വലി മൂന്ന് പേരും ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് ആണ്. സോ മാത്തമാറ്റിക്കലി ഒരുപാട് വേരിയബിൾസ് അവിടെ വരികയാണ്. സോ മാത്തമാറ്റിക്കൽ കൺസ്ട്രെയിൻ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ ആ പ്രോബ്ലത്തിനെ ഒന്ന് ലോക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് സെയിം ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് അതിന്റെ ഒരു പാരാമീറ്റർ ഫിക്സ് ചെയ്യണം. അതിനുവേണ്ടി മാത്രം ഞാൻ വെക്കുന്ന ഒരു കണ്ടീഷൻ ആണെന്ത്, ഈ L ഹോളോ ഈക്വൽസ് L സോളിഡ് എന്നുള്ള കണ്ടീഷൻ. അല്ലാതെ നമുക്ക് മാത്തമാറ്റിക്കലി അതെന്ത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, L ഹോളോ സോളിഡ് ആണെന്ന്. സെയിം സ്റ്റിഫ്നെസ്സും വെയിറ്റ് എന്നുള്ള പാരാമീറ്റർ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ എടുക്കുന്ന പാരാമീറ്റേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന. വെയിറ്റ് സെയിം എന്നുള്ളൊരു കണ്ടീഷൻ അല്ല, L ഹോളോ ഈക്വൽസ് L സോളിഡ് എന്നുള്ളത് നമ്മൾ മാത്തമാറ്റിക്കലി വെക്കുന്ന ഒരു കൺസ്ട്രെയിൻ ആണ്. എന്നാൽ മാത്രമേ ആ പ്രോബ്ലത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്നുള്ളൊരു നിലയ്ക്ക് മാത്രമേ നമുക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ B എന്നുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്നാലും മുന്നേ ഒരു വർഷം ചോദിച്ചൊരു ക്വസ്റ്റൻ ആയതുകൊണ്ട് അത് ഉൾപ്പെടുത്തിയതുമാണ്. അപ്പൊ എക്സാമിന് ചോദിക്കുന്ന ഇതായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന മറ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ദ സെയിം വെയിറ്റ് എ ഹോളോ ഷാഫ്റ്റ് ഈസ് മച്ച് സ്ട്രോങ്ങർ ആൻഡ് സ്റ്റിഫർ ദാൻ എ സോളിഡ് ഷാഫ്റ്റ്. അത് ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഫോർ ദ സെയിം വെയിറ്റ് ഹോളോ ഷാഫ്റ്റ് ഈസ് സ്ട്രോങ്ങർ ആൻഡ് സ്റ്റിഫർ ദാൻ എ സോളിഡ് ഷാഫ്റ്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് തന്നെ നേരെ തിരിച്ചു പറയാം. അതായത് സെയിം സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ്സും ഉള്ള ഒരു ഹോളോ ഷാഫ്റ്റും സോളിഡ് ഷാഫ്റ്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹോളോ ഷാഫ്റ്റ് വിൽ ഹാവ് ദ
വിൽ ഹാവ് ലെസ്സർ വെയിറ്റ്, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഒന്ന് സെയിം വെയിറ്റിന്റെ ടേംസിൽ പറയുന്നത് മാത്രം. ഒരേ വെയിറ്റ് ഉള്ള സോളിഡ് ഷാഫ്റ്റും ഹോളോ ഷാഫ്റ്റും എടുക്കുകയാണെങ്കിൽ സെയിം മെറ്റീരിയൽ ആയിരിക്കണം കേട്ടോ. അവരെടുക്കുകയാണെങ്കിൽ കൂടുതൽ ടോർക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നത് ഹോളോ ഷാഫ്റ്റിനായിരിക്കും, കുറവ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നതും ഹോളോ ഷാഫ്റ്റിനായിരിക്കും. ഇനി ഒരേ സ്റ്റിഫ്നെസ്സും സ്ട്രെങ്ത് ഉള്ള ഒരു ഹോളോ ഷാഫ്റ്റും സോളിഡ് ഷാഫ്റ്റും എടുക്കുകയാണെങ്കിൽ ഹോളോ ഷാഫ്റ്റിന്റെ സൈസ് വെയിറ്റ് കുറവായിരിക്കും, സോളിഡ് ഷാഫ്റ്റിന് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പൊ കുറച്ചുകൂടെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഹോളോ ഷാഫ്റ്റ് ആണ്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്കിൽ ഒരു സോളിഡ് ഷാഫ്റ്റില് ത്രൂ ഔട്ട് ക്രോസ് സെക്ഷനിൽ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹോളോ ഷാഫ്റ്റില് കുറച്ചും കൂടെ ഔട്ടർ റീജിയൻസിലാണ് മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹോളോ എപ്പോഴാണ് ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ നിന്ന് കൂടുതൽ അകലെ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ഇറ്റ് വിൽ ഹാവ് ഹയർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഈ കേസിൽ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലായിരിക്കും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ടു ബെൻഡിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു റൊട്ടേഷൻ ഇൻക്രീസസ്. അതുകൊണ്ടാണ് ഇത് കൂടുതൽ സ്റ്റിഫർ ഒക്കെ ആയിട്ട് മാറുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ എ കാൻഡിലിവർ ബീം ഓഫ് ലെങ്ത് ക്യാപിറ്റൽ എൽ ക്യാരിയിങ് എ UDL W per unit length, the deflection at the free end is given by. ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുലകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ കേസിൽ ആൻസർ ഈസ് WL⁴/8TI, ഡയറക്റ്റ് ഫോർമുലയാണ്. കുറച്ച് ഇമ്പോർട്ടന്റ് കേസുകൾ നോക്കാം. കാൻഡിലിവർ സബ്ജക്റ്റഡ് ടു മൊമെന്റ് അറ്റ് ദ ഫ്രീ എൻഡ്. ആ കേസിൽ മാക്സിമം മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു, ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് M. സ്ലോപ്പ് അറ്റ് ദ എൻഡ് അതൊരു മാക്സിമം മൊമെന്റ് സ്ലോപ്പും കൂടിയാണ്. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് സ്ലോപ്പ് കാണേണ്ടത്, അതിൽ കൂടെ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു, അത് ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു ML/EI. ഇനി ആ പോയിന്റിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് എത്ര വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു, ദാറ്റ് ഈസ് കോൾഡ് ഡിഫ്ലക്ഷൻ. ആൻഡ് ദാറ്റ് മാക്സിമം ഡിഫ്ലക്ഷൻ ഫ്രീ എൻഡിലായിരിക്കും ML²/2EI. ആൻഡ് കാൻഡിലിവർ സബ്ജക്റ്റഡ് ടു പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ്. P എന്ന് പറയുന്ന ഒരു പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മൊമെന്റ് ഈസ് PL, സ്ലോപ്പ് എന്ന് പറയുന്നത് PL²/2EI, മാക്സിമം ഡിഫ്ലക്ഷൻ അത് ഫ്രീ എൻഡിൽ തന്നെയാണ് PL³/3EI. കാൻഡിലിവർ സബ്ജക്റ്റഡ് ടു പോയിന്റ് ലോഡ് എവേ ഫ്രം ഫ്രീ എൻഡ്. ഒരു B ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാക്സിമം മൊമെന്റ് ഈസ് P × A. എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സ്ലോപ്പ് അറ്റ് ദ ഫ്രീ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷനിൽ മൊത്തം ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. കാരണം ഈ ഒരു സെക്ഷനിൽ എന്തില്ല, വേറെ ലോഡുകളില്ല. അതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും ആക്ട് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഒരു കർവേച്ചർ ഉണ്ടായിരിക്കും, അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ എത്രയാണോ സ്ലോപ്പ് അതേ സ്ലോപ്പ് തന്നെയാണ് ഫ്രീ എൻഡിൽ കിട്ടുക. സോ PA²/2EI. ഇനി ഡിഫ്ലക്ഷൻ പക്ഷേ വ്യത്യാസം ഉണ്ടല്ലോ, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന വ്യത്യാസം ഉണ്ടായിരിക്കും ഒബ്വിയസ്ലി. അത് കാണാനായിട്ട് PA²/6EI × 3L - A എന്ന് കൊടുത്താൽ മതി. അത് കാണാനായിട്ട് വേറൊരു ഫോർമുലയും കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പോയിന്റിന് ഞാൻ A എന്ന് കൊടുക്കുകയാണ്, ഈ പോയിന്റിന് A എന്ന് കൊടുക്കുകയാണ്, ഈ പോയിന്റിന് B എന്ന് കൊടുക്കുകയാണെങ്കിൽ ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് A is equal to deflection at B plus theta at B into distance between A and B. ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ബിയിലെ ഡിഫ്ലക്ഷൻ കാണാനായിട്ട് സ്റ്റാൻഡേർഡ് ഫോർമുല അപ്ലൈ ചെയ്യുക. സ്റ്റാൻഡേർഡ് ഫോർമുലയിൽ L പകരം A എന്ന് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ബിയിലെ എല്ലാ കാര്യങ്ങളും കിട്ടും, സ്ലോപ്പും ഡിഫ്ലക്ഷനും കിട്ടും. അതിൽ നിന്ന് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ എൻഡിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും, സ്ലോപ്പ് സെയിം ആയിരിക്കും, ഡിഫ്ലക്ഷനും കിട്ടും. കാൻഡിലിവർ സബ്ജക്റ്റഡ് ടു UDL ത്രൂ ഔട്ട് ദ ലെങ്ത്. W ആണ് UDL എങ്കിൽ മാക്സിമം മൊമെന്റ് ഈസ് WL²/2 and deflection is WL³/6EI and slope slope ആണ് WL³/6EI, deflection is WL⁴/8EI ആണ് വരുന്നത്. കാൻഡിലിവർ സബ്ജക്റ്റഡ് ടു UVL മാക്സിമം വാല്യൂ അറ്റ് ദ ഫിക്സ്ഡ് ആൻഡ് 0 അറ്റ് ദ ഫ്രീ എൻഡ് ആണെങ്കിൽ മാക്സിമം മൊമെന്റ് ഈസ് WL²/6 and slope at the free end is WL³/24EI, deflection at the free end is WL⁴/30EI ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസിലേക്ക് വരുമ്പോൾ ഡിഫ്ലക്ഷൻ അറ്റ് ദ സപ്പോർട്ട് വിൽ ബി ഓൾവേസ് 0. സ്ലോപ്പ് മാക്സിമം ഒരു സിമെട്രിക് ലോഡിംഗ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ സെന്ററിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്ന കേസിൽ സ്ലോപ്പ് അറ്റ് ദ എൻഡ് സ്ലോപ്പ് മാക്സിമം വരുന്നത് ഈ രണ്ട് സപ്പോർട്ടുകളായിരിക്കും. ഇവിടെ 0 ആയിരിക്കും. ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻജന്റ് വരച്ച ഹൊറിസോണ്ടൽ അല്ലേ, അതുകൊണ്ട് സ്ലോപ്പ് 0 ആയിരിക്കും. എൻഡുകളിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് PL²/16EI ആണ്. ഡിഫ്ലക്ഷൻ മാക്സിമം വരുന്നത് സെന്ററിലാണ്, ദാറ്റ് ഈസ് PL³/48EI ആൻഡ് മാക്സിമം മൊമെന്റ് ഈസ് PL/4. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL ത്രൂ ഔട്ട് ദ ലെങ്ത് ആണെങ്കിൽ മാക്സിമം മൊമെന്റ് ഈസ് WL²/8. സ്ലോപ്പ് അറ്റ് ദ എൻഡ് ആണെങ്കിൽ WL³/24EI. മാക്സിമം ഡിഫ്ലക്ഷൻ ഈസ് 5WL⁴/384EI. സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു സിമെട്രിക്കലി അപ്ലൈഡ് UVL ആണെങ്കിൽ 5WL³/192EI ആണ് സ്ലോപ്പ്. ഇത് റയർ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്.
ഡിഫ്ലക്ഷൻ WL/4/120 മാക്സിമം മൊമെന്റ് ഈസ് WL²/12. അപ്പൊ ഇതില് രണ്ട് കാര്യം നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇതേ ബീമിനെ തന്നെ ഞാൻ ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇതേ ബീമിനെ ഞാൻ ഫിക്സ് ചെയ്യാണ്, രണ്ട് ഫിക്സ്ഡ് ബീമിൽ സെന്ററിൽ P എന്ന് പറയുന്ന ലോഡ് ആണെങ്കിൽ ഇതിന്റെ 1/4 ആയിരിക്കും ഡിഫ്ലക്ഷൻ. ഇത് ഈ സെന്ററിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ 1/4 ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇതിലും ഫിക്സഡ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഫിക്സഡ് ബീം UDL ആണ് ത്രൂ ഔട്ട് എങ്കിൽ ഇതിന്റെ 1/5 ആയിരിക്കും. ഡിഫ്ലക്ഷൻ വിൽ ബി 1/5 ഓഫ് ദിസ് വാല്യൂ. ഓക്കെ, അതുകൊണ്ട് WL/4/384 എന്നായിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്യുവർ ബെൻഡിങ് ഈസ് ദാറ്റ് ബെൻഡിങ് വേർ ഷിയർ സ്ട്രെസ് ഈസ് മിനിമം, മാക്സിമം, എക്സെട്ര ഓപ്ഷൻസ് നമുക്ക് കണ്ടിട്ട് നോക്കാം. പ്യുവർ ബെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീമിലെ ബെൻഡിങ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, ബെൻഡിങ് മൊമെന്റ് മാത്രം ആക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും തമ്മിൽ റിലേഷനിൽ ബെൻഡിങ് മൊമെന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് ആണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെന്റ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയുന്നത് പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കോൺസ്റ്റന്റ് ആകുമ്പോൾ അതിന്റെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? ദിസ് ബിക്കം സീറോ. അതായത് ഷിയർ ഫോഴ്സ് ഈ സീറോ. ഷിയർ ഫോഴ്സ് സീറോ ആണെങ്കിൽ ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. Therefore, പ്യുവർ ബെൻഡിങ്ങിൽ ഇവിടെ സ്ട്രെസ്സിന്റെ ടേംസിലാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ബെൻഡിങ് സ്ട്രെസ് മാത്രമേ ജനറേറ്റ് ചെയ്യുള്ളൂ. ദർ ഇസ് നോ ഷിയർ സ്ട്രെസ് ആൻഡ് ദാറ്റ് ബെൻഡിങ് മൊമെന്റ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്. Therefore, shear force is zero throughout. So, simple bending also called pure bending. A section is said to be under pure bending when it is subjected to only bending moment, that is shear force is zero. Therefore, shear stress is zero. This is possible only when bending moment is constant. അതിന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, കാന്റിലിവർ സബ്ജക്റ്റഡ് ടു എ കോൺസെൻട്രേറ്റഡ് മൊമെന്റ്. ആ കേസിൽ ത്രൂ ഔട്ട് ഷിയർ ഫോഴ്സ് സീറോ ആയിരുന്നു, ബെൻഡിങ് മൊമെന്റ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിരുന്നു. ഇതൊരു പ്യുവർ ബെൻഡിങ് എക്സാമ്പിൾ ആണ്. ഇനി ഈ ബീമിൽ ത്രൂ ഔട്ട് അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടിയെങ്കിൽ ഇത്തരത്തിലുള്ള ചില സ്പെഷ്യൽ കേസുകളിൽ ഇതിന്റെയൊക്കെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അതായത് ഈക്വൽ ഡിസ്റ്റൻസിൽ രണ്ട് ഈക്വൽ ലോഡുകൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഈ കേസിൽ ഈ ഒരു ബിറ്റ്വീൻ ദ ലോഡ്സ് കണ്ടോ, ഷിയർ ഫോഴ്സ് സീറോ ആണ്. അവിടെ ബെൻഡിങ് മൊമെന്റ് PA എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. ഈ ഒരു സർട്ടൺ പോർഷൻ ഈസ് അണ്ടർ പ്യുവർ ബെൻഡിങ്. പക്ഷെ നമുക്ക് ഒരു പ്യുവർ ബെൻഡിങ് തിയറി ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ബീമിന്റെ ഡിസൈനിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി ഇതായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഇമ്പോർട്ടന്റ് ടേം ആണ് ന്യൂട്രൽ ലെയറും ന്യൂട്രൽ ആക്സിസും. ഒരു ബീമിന്റെ ഒരു സർട്ടൺ സെക്ഷനിൽ ഒരു ബെൻഡിങ് സംഭവിച്ച, ഒരു പ്യുവർ ബെൻഡിങ് സംഭവിച്ച കേസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് മുകളിലേക്കാണ്, ഈ രണ്ട് എൻഡുകൾ ഇങ്ങനെ മുകളിലേക്ക് വളയുന്നതിന് നമ്മൾ സാഗിങ് മൊമെന്റ് എന്നാണ് പറയാ. രണ്ട് എൻഡുകളും താഴേക്ക് പോകുന്നതിനെ ഹോഗിങ് മൊമെന്റ് എന്ന് പറയും. ഇവിടെ ഒരു സാഗിങ് മൊമെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സാഗിങ് മൊമെന്റ് വരുമ്പോൾ ഈ മുകളിലുള്ള ലെയേഴ്സിൽ ഒരു കോൺട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അത് ഉള്ളിലേക്ക് വലിഞ്ഞ പോലെ കാണാം. ഏറ്റവും ബോട്ടത്തിലുള്ള ലെയേഴ്സ് വെളിയിലേക്ക് പോയ പോലെ, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആയ പോലെ കാണാം. അതിനർത്ഥം ഏറ്റവും ടോപ്പ് ലെയേഴ്സിലൊക്കെ ഒരു കോൺട്രാക്ഷൻ അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് ജനറേറ്റ് ചെയ്യും. ഏറ്റവും ബോട്ടം ലെയേഴ്സിലൊക്കെ ഒരു ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഇനി ഓപ്പോസിറ്റ് ആണെന്ന് ബെൻഡ് ആവുന്നതെങ്കിലോ താഴെ കംപ്രഷനും മുകളിൽ ടെൻഷൻ ആയിരിക്കും. അപ്പോൾ സാഗിങ് മൊമെന്റിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഹോഗിങ് മൊമെന്റിൽ വരിക. എങ്ങനെ നോക്കിയാലും ഒരു ക്രോസ് സെക്ഷനിൽ തന്നെ ഡിഫറെന്റ് ലെയേഴ്സിന്റെ സ്ട്രെസ് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ടെൻഷനും ഒരു ഭാഗത്ത് കംപ്രഷനും ആയിരിക്കും. സോ ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ ലെയർ വിച്ച് ഈസ് നൈദർ കോൺട്രാക്റ്റഡ് നോർ ഇലോങ്ങേറ്റഡ്. അല്ലെ, കോൺട്രാക്ഷനോ ഇലോങ്ങേഷനോ സംഭവിക്കാത്ത ഒരു ലെയർ കാണാം. ദാറ്റ് ലെയർ ഈസ് കോൾഡ് ന്യൂട്രൽ ലെയർ അല്ലെങ്കിൽ ന്യൂട്രൽ സർഫസ്. ഈ ഒരു സർഫസ് ആണ് ന്യൂട്രൽ ലെയർ അല്ലെങ്കിൽ ന്യൂട്രൽ സർഫസ്. ഈ ന്യൂട്രൽ ലെയർ ന്യൂട്രൽ സർഫസ് ആണ് ഞാൻ ഇതിന്റെ ക്രോസ് സെക്ഷനിൽ ഇവിടെ ഒരു ലൈൻ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദിസ് ആക്സിസ് ഇസ് കോൾഡ് ന്യൂട്രൽ ആക്സിസ്. സോ ഇന്റർസെക്ഷൻ ഓഫ് ദിസ് ന്യൂട്രൽ ലെയർ വിത്ത് ക്രോസ് സെക്ഷൻ ഇസ് കോൾഡ് ന്യൂട്രൽ ആക്സിസ്. ഇതൊരു ന്യൂട്രൽ ആക്സിസ് ആണ്, ഇതൊരു ന്യൂട്രൽ ആക്സിസ് ആണ്. എവിടെ വേണമെങ്കിലും എനിക്ക് ഇത് വരയ്ക്കാം. ജനറലി ഒരു യൂണിഫോം മെറ്റീരിയൽ ഉള്ള ഒരു ഹോമോജീനിയസ് മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് അതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് തന്നെയായിരിക്കും. ന്യൂട്രൽ ആക്സിസ് ഈസ് നത്തിങ് ബട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. അപ്പൊ ന്യൂട്രൽ സർഫസിൽ സ്ട്രെസ് സീറോ ആയിരിക്കും, സ്ട്രെയിനും സീറോ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ beam of I section, which of the following parts will take the maximum shear stress when subjected to transverse loading? Flange, web. Select the correct option. ട്രാൻസ്വേഴ്സ് ലോഡിംഗ് കാരണം ഒരു മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് ആണ്. ഒരു ഐ സെക്ഷൻ പോലെയുള്ള സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻസ് പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഐ സെക്ഷൻ, വിച്ച് ഇസ് കോൾഡ് ബിൽട്ടപ്പ് സെക്ഷൻസ് എന്ന് തന്നെ പറയാറുണ്ട്. ബിൽട്ടപ്പ് സെക്ഷൻസ്. അതിന് വേറൊരു എക്സാമ്പിൾ ആണ് ടി സെക്ഷൻസ്. അതുപോലെ തന്നെയുള്ള ചാനൽ സെക്ഷൻസ്, സി പോലെയുള്ള സെക്ഷൻസ്, എൽ സെക്ഷൻസ്, ഇതൊക്കെ ആംഗിൾ സെക്ഷൻ, ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ ബിൽട്ടപ്പ് സെക്ഷൻസ് ആണ്. അപ്പൊ അതിൽ ഐ സെക്ഷനിൽ തന്നെ ഈ ഒരു പോർഷൻ നമ്മൾ ഫ്ലാഞ്ച് എന്നാണ് പറയാം. ഈ ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുന്ന പോർഷനെ ഫ്ലാഞ്ച് എന്ന് പറയും, ഈ വെർട്ടിക്കൽ പോർഷനെ വെബ് എന്നാണ് പറയാം.
ഇതൊക്കെ വെബുകളാണ്, ഇതൊക്കെ ഫ്ലാഞ്ചസ് ആണ്. ഓക്കെ, അപ്പോ ഇതിൽ ഏത് പോർഷൻ ആണ് ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ഷിയർ സ്ട്രെസിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് SA/Y⁻/BI. S is the shear force. അത് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. ഒരു പർട്ടിക്കുലർ സെക്ഷനിലെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. A എന്ന് പറയുന്നത് ഒരു ക്രോസ് സെക്ഷനിൽ, ഇതാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് വിചാരിക്കും. ഈ ന്യൂട്രൽ ആക്സിസിന് ഒരു സർട്ടൺ ഡിസ്റ്റൻസിലുള്ള y ഡിസ്റ്റൻസിലുള്ള ഒരു ലെയർ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ ലെയറിന് മുകളിലുള്ള ഈ ഒരു ഏരിയ ആണെന്ത് A എന്ന് പറയുന്നത്. y ബാർ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയുടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാം. അതിനെ ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് y ബാർ എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ലെയറിന്റെ വിഡ്ത്ത് ആണ് B എന്ന് പറയുന്നത്. I എന്ന് പറയുന്നത് മൊത്തം ക്രോസ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ന്യൂട്രൽ ആക്സിസ് ആണ്. ഇതാണ് അറ്റ് എനി ഡിസ്റ്റൻസ് y ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് ഷിയർ സ്ട്രെസ് കാണാനുള്ള ഫോർമുല SA/Y⁻/BI. ഈ ഫോർമുല നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിലെ ഡിഫറെന്റ് വാല്യൂസ് ഒക്കെ സ്റ്റാൻഡേർഡ് ക്രോസ് സെക്ഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ട്രാൻസ്ഫർ ഷിയർ സ്ട്രെസ് വാരീസ് പരാബോളിക് ആയിട്ടാണ് വേരിയേഷൻ വരിക. ഏറ്റവും ഔട്ടർ ലെയേഴ്സിൽ ഇത് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഔട്ടർ ലെയേഴ്സിൽ ഇത് എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ ഈ ഐ സെക്ഷന്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു വേരിയേഷൻ നോക്കാം. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് വെബിലാണ്. ഒരു ഐ സെക്ഷനിൽ ഈ വേരിയേഷൻ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വരിക. ഇതൊരു ചെറിയൊരു പരാബോളാണ്. ഈ ചെറിയൊരു തിക്നെസ് മാത്രമല്ലേ അതിനുള്ളൂ. സോ അത്രയും ഭാഗത്ത് മാത്രമല്ല, ഒരു ലാർജ് വിഡ്ത്ത് ആയതുകൊണ്ട് ആ ഡിനോമിനേറ്ററിൽ SA/Y⁻/BI ഈ വാല്യൂ വളരെ കൂടുതലാണ് ഈ ഫ്ലാഞ്ച് പോർഷൻ. അതുകൊണ്ട് വളരെ ചെറിയ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു പരാബോള വരും. ദെൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ലാർജ് മാഗ്നിറ്റ്യൂഡ് ഉള്ള പരാബോള കാണാം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തിക്നെസ് വളരെ കുറവാണ്. ഈ B എന്ന് പറയുന്ന പാരാമീറ്റർ വളരെ കുറവാണ് ഈ വെബ് പോർഷൻ. അതുകൊണ്ട് ഒരു ലാർജ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ട്രാൻസ്ഫർ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. സ്റ്റിൽ ഇറ്റ് ഈസ് എ പരാബോള. അഗെയിൻ ദർ ഈസ് അനദർ കേസ്. അപ്പോൾ ഇത്തരം കേസുകൾ ദർ ഈസ് ആൻ ആക്സസ് ഓഫ് സിമെട്രി. ഈ ഐ സെക്ഷൻ എന്ന് പറയുന്ന ഈ സിമെട്രിക് ആയിട്ട് വരുന്ന കേസുകളിൽ ദർ ആർ 2 ആക്സസ് ഓഫ് സിമെട്രി. ഒരു വെർട്ടിക്കൽ ആക്സസും ഒരു ഹൊറിസോണ്ടൽ ആക്സസും. ഈ രണ്ട് ആക്സുകളുടെ മീറ്റിംഗ് പോയിന്റ് ആണ് അതിന്റെ സെൻട്രോയിഡ്. അതുകൊണ്ട് ഈ ഒരു ആക്സസ് ആയിരിക്കും അതിന്റെ ന്യൂട്രൽ ആക്സസ് എന്ന് വരുന്നത്. ഈ ന്യൂട്രൽ ആക്സസിലായിരിക്കും ഇതിന്റെ മാക്സിമം വാല്യൂ വരുന്നത്. ഔട്ടർ ലെയേഴ്സിൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതേപോലെ തന്നെ T സെക്ഷൻ എടുക്കുകയാണെങ്കിൽ T സെക്ഷനിൽ ഒരു ആക്സസ് ഓഫ് സിമെട്രി മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ ഹൊറിസോണ്ടൽ ആക്സസ് ഓഫ് സിമെട്രി. പക്ഷെ മെറ്റീരിയൽ ഞാൻ ഇതിനെ കറക്റ്റ് നടുവിൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മെറ്റീരിയൽ ഈ ടോപ്പ് പോർഷനിലാണ്. അതുകൊണ്ട് നമ്മുടെ ആക്സസ് കുറച്ചും കൂടെ ഇങ്ങോട്ട് നീങ്ങിയിട്ടായിരിക്കും. ഇവിടെ ആയിട്ടായിരിക്കും ഏകദേശം സെൻട്രോയിഡ് വരും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഭാഗത്തായിരിക്കും മാക്സിമം ടോമാക്സ് വരുന്നത്. ഔട്ടർ ലെയേഴ്സുകളിൽ 0 ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഈ ഫ്ലാഞ്ച് പോർഷനിൽ ഒരു ചെറിയ പരാബോള ആയിരിക്കും, വെബ് പോർഷനിൽ ഒരു ലാർജർ പരാബോള ആയിരിക്കും. അതിന് കാരണം വെബ് പോർഷനിലെ തിക്നെസ് വളരെ കുറവായതുകൊണ്ടാണ്. രണ്ട് എക്സ്ട്രീംസിലേക്ക് വരുമ്പോൾ അത് 0ലേക്ക് വരും. ഓക്കെ, ഇതാണ് ഐ സെക്ഷന്റെയും T സെക്ഷന്റെയും എന്ത് വരുന്നത്? പരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എപ്പോഴും ന്യൂട്രൽ ആക്സിലായിരിക്കും മാക്സിമം വരിക. ഇതേ കേസ് തന്നെയാണ് റെക്ടാംഗുലർ ക്രോസ് സെക്ഷനും വരുന്നത്. ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരച്ചു കഴിഞ്ഞാൽ മാക്സിമം മറ്റ് ന്യൂട്രൽ ആക്സിസ് ആണ് വരുന്നത്. ആൻഡ് ദാറ്റ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 3/2 ടൈംസ് ആവറേജ് ഷിയർ സ്ട്രെസ് ആണ്. വേർ ആവറേജ് ഷിയർ സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഷിയർ ഫോഴ്സിനെ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ആവറേജ് ഷിയർ സ്ട്രെസ്. അതിന്റെ 3/2 ടൈംസ് 1.5 ടൈംസ് ആണ് എന്ത് വരുന്നത്? ന്യൂട്രൽ ആക്സിസിൽ ഷിയർ സ്ട്രെസ് വരുന്നത്. പിന്നെ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിലും ഇതേപോലെ ഒരു പരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. മാക്സിമം ന്യൂട്രൽ ആക്സിലായിരിക്കും വരിക. ആൻഡ് ദാറ്റ് മാക്സിമം വാല്യൂ ഈസ് 4/3 ടൈംസ് ആവറേജ് ഷിയർ സ്ട്രെസ്. ഓക്കെ, നൗ ഒരു ചേഞ്ച് വരുന്നത് ട്രയാങ്കിളിന്റെ കേസിലാണ്. ട്രയാങ്കുലർ സെക്ഷൻസ് വരുമ്പോൾ സെൻട്രലാണ് എന്ത് വരുന്നത്? മാക്സിമം വരുന്നത്. ന്യൂട്രൽ ആക്സിസിൽ കുറവാണ്. സെൻട്രലിലെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് എക്സാക്ട് ഹാഫ് ഡെപ്തിൽ വരുന്നത് 3/2 ടൈംസ് ആവറേജ് വാല്യൂ. ന്യൂട്രൽ ആക്സിസിൽ വരുന്നത് 4/3 ടൈംസ് ആവറേജ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അഗെയിൻ പരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ആ പരാബോൾ അങ്ങനെ തന്നെ വരയ്ക്കാം. അപ്പൊ കറക്റ്റ് ഹാഫ് ഡെപ്തിലല്ലേ ഇത് വരുന്നത്? നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് വരുന്നത് 1/3 ഹൈറ്റിലാണ്. ബേസിൽ നിന്ന് 1/3 ഹൈറ്റ്. അപ്പൊ ഇതാണ് ന്യൂട്രൽ ആക്സിസ്. സെൻട്രോയിഡുകളെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ന്യൂട്രൽ ആക്സിസ്. അവിടെ വരുന്നത് 4/3 ഉള്ളൂ. അത് 1.33 ഉള്ളൂ. ഇത് 1.5 വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ കേസുകളിലും ന്യൂട്രൽ ആക്സിസിലാണ് എന്ത് വരുന്നത്? മാക്സിമം വാല്യൂ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. കോളം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറൽ മെമ്പർ ആയിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ എൻഡ് കണ്ടീഷൻസും ഇക്വാലന്റ് ലെങ്ത്തും മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കോളം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെർട്ടിക്കൽ സ്ട്രക്ചറൽ മെമ്പർ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു ആക്സിയൽ കംപ്രസീവ് ലോഡ്. നമ്മൾ പില്ലേഴ്സുകൾ ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊരു കോളമാണ്. ആ കോളത്തില് ഒരു ഇമ്പോർട്ടന്റ് തിയറിയാണ് ഓയിലേഴ്സ് ബക്ലിംഗ് തിയറി. എസ്പെഷ്യലി ഒരു ലോങ് കോളത്തില് ഒരു ലോഡ് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് ലാറ്ററലി ഇങ്ങനെ ബെൻഡാവും. അങ്ങനെ ബെൻഡാവുന്നതിനാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. ആക്സിയൽ ഡയറക്ഷനിലെ ലോഡാണ് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുക.
അത് ലാറ്ററലി അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അത് വളഞ്ഞു പോകുന്നതിനാണ് ബക്കിളിംഗ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് എന്നൊക്കെ ഉള്ള ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് ലോഡിലാണോ അത് ബക്കിൾ ആവുന്നത് ദാറ്റ് ഈസ് കോൾഡ് ഓയിലേഴ്സ് ബക്കിളിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് എന്നൊക്കെ പറയും. ഓക്കെ, ഇനി ഓയിലർ സ്റ്റഡി നടത്താനായിട്ട് എടുത്ത ഈ കോളത്തിന്റെ എൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷൻ ആയിട്ട് ഈ രണ്ട് എൻഡും ഹിഞ്ച് ചെയ്തിരിക്കുന്ന എൻഡ് കണ്ടീഷനാണ് സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓയിലേഴ്സ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും മറ്റ് എൻഡ് കണ്ടീഷൻസിലേക്ക് നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് ഇക്വാലൻ ലെങ്ത് എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷനിലുള്ള ഒരു കോളം എങ്ങനെയാണോ ബക്കിൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ബക്കിളിംഗ് നേച്ചർ, ബക്കിളിംഗ് കർവ്, ഈ ഇതിനെ ഞാൻ ഒരു കർവായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതേ ബക്കിളിംഗ് കർവ് തരുന്ന മറ്റ് എൻഡ് കണ്ടീഷൻസിലെ കോളത്തിന്റെ ലെങ്തിനെയാണ് ഇക്വാലന്റ് ലെങ്ത് എന്ന് പറയുന്നത്. എനിവേ നമ്മൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. അപ്പോൾ ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ടും കോളത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ടേബിൾ ആണ്. ഒരു കോളത്തിന്റെ ഇഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ ഇക്വാലൻ ലെങ്ത് ഓരോ എൻഡ് കണ്ടീഷനും എത്രയാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ലോഡും. അപ്പൊ ഓയിലേഴ്സ് ക്രിട്ടിക്കൽ ലോഡ് കാണാനുള്ള ഫോർമുല പൈ സ്ക്വയർ ഇ ഐ മിനിമം ബൈ ഇഫക്റ്റീവ് ലെങ്ത് സ്ക്വയർ, ഇങ്ങനെ പഠിച്ചാൽ ഇഫക്റ്റീവ് ലെങ്ത് സ്ക്വയർ. ഐ മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രോസ് സെക്ഷന്റെ സെൻട്രോഡിൽ കൂടെ രണ്ട് ആക്സിസ് നിങ്ങൾക്ക് വരയ്ക്കാം. ഇതിൽ ഏത് ആക്സിസിലാണോ മിനിമം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉള്ളത് ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. കാരണം മൊമെന്റ് ഓഫ് ഇനർഷ്യ മിനിമം ആകുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ബെൻഡിങ് വളരെ മിനിമം ആയിരിക്കും. അപ്പൊ കോളത്തിന്റെ ലോഡ് ഒരു പരിധി വിടുമ്പോൾ ആ ആക്സിസിലായിരിക്കും അത് ബെൻഡ് ആവുക. അതുകൊണ്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എപ്പോഴും അതായിരിക്കണം. ഇഫക്റ്റീവ് ലെങ്ത് ആണ് ഡിനോമിനേറ്റർ ഉള്ളത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോന്നിന്റെ ഇഫക്റ്റീവ് ലെങ്ത് അറിഞ്ഞിരിക്കുക. രണ്ട് എൻഡും ഹിഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കോളം ആണെങ്കിൽ ആ കോളത്തിന്റെ ഒറിജിനൽ ലെങ്തിനെയാണ് അതിന്റെ ഇഫക്റ്റീവ് ലെങ്ത്. Therefore the formula is pi square e I minimum by L square. One end fixed and other end free. അപ്പൊ ഒരു എൻഡ് ഫിക്സ് ചെയ്തിരിക്കുക, അതർ എൻഡ് ഫ്രീ. ഒരു കാൻഡിലിവർ കോളം പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ കേസിൽ ഇഫക്റ്റീവ് ലെങ്ത് ഈസ് 2L. Therefore നേരത്തെ പറഞ്ഞ കോളത്തിന്റെ 1/4 ലോഡിൽ തന്നെ അത് ബക്കിളാവും. കാരണം അതിന്റെ ഒരു എൻഡ് ഫ്രീ അല്ലേ, പെട്ടെന്ന് ആ ഭാഗം ഡിഫ്ലക്ട് ആയി പോകും. ഇനി വൺ എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ചഡ് ആണെങ്കിൽ L/√2 ആണ് വാല്യൂ വരുന്നത്. സോ 2 pi square e I minimum by L square. അപ്പൊ ഒരു എൻഡ് ഫിക്സ് ചെയ്യുക, ഫിക്സ്ഡ് എൻഡാണ് ഏറ്റവും കൂടുതൽ റിജിഡിറ്റി ഉള്ളത്. അപ്പൊ ഹിഞ്ചഡ് കോളത്തിന്റെ ഒരു എൻഡ് ഹിഞ്ച് മാറ്റി ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രെങ്ത് അതിന് കിട്ടും. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഹിഞ്ചഡ് കണ്ടീഷന്റെ ട്വൈസ് ലോഡിൽ മാത്രമേ അത് ബക്കിളാവുള്ളൂ. ഇനി രണ്ടെൻഡും ഫിക്സ് ചെയ്യുകയാണെങ്കിലോ മാക്സിമം റിജിഡിറ്റി ഉള്ള ഒരു കോളാണ്, പെട്ടെന്നൊന്നും ആ കോളം ബക്കിളാവില്ല. അപ്പൊ സ്റ്റാൻഡേർഡ് എൻഡ് കണ്ടീഷന്റെ 4 ടൈംസ് ലോഡിൽ മാത്രമേ അയാൾ ബക്കിളാവുള്ളൂ. 4 pi square e I minimum by L square and the effective length is L/2. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ടേബിള് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം കോളത്തിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മോർ ദാൻ 90% ഓഫ് ദ ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് ചോദിക്കാറുള്ളത്. അതിൽ തന്നെ ഇഫക്റ്റീവ് ലെങ്ത്തുകളുടെ റേഷ്യോ ചോദിക്കാറുണ്ട്, ക്രിട്ടിക്കൽ ലോഡിന്റെ റേഷ്യോ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ പാർട്ട് സബ്ജക്റ്റഡ് ടു സ്ട്രെസ് റിവേഴ്സൽസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷൻ ഈസ് പ്രിഫേർഡ്. സ്ട്രെസ് റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ലോഡിംഗ് ഒക്കെ ഒരു ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്തു, അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഒരേ നേച്ചർ ഓഫ് ലോഡ് തന്നെ അപ്ലൈ ചെയ്യുന്ന കേസിൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണെങ്കിൽ റിവേഴ്സൽ ഓഫ് സ്ട്രെസ്, അതായത് ഇത് തന്നെ ഞാൻ ഒരു ഇൻസ്റ്റന്റിൽ ടെൻഷൻ അപ്ലൈ ചെയ്തു, അടുത്ത ഇൻസ്റ്റന്റിൽ അത് റിവേഴ്സ് ചെയ്ത് കംപ്രഷൻ ആക്കി, അങ്ങനെ ടെൻഷൻ കംപ്രഷൻ ടെൻഷൻ കംപ്രഷൻ. അതുപോലെ തന്നെ ഒരു ഡയറക്ഷനിലേക്ക് ഒരു സാഗിങ് മൊമെന്റ് ഹോഗിങ് മൊമെന്റ് സാഗിങ് ഹോഗിങ് അങ്ങനെ കൊടുക്കുന്നതാണ് സ്ട്രെസ് റിവേഴ്സൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ ലെയർ അല്ലെങ്കിൽ മെറ്റീരിയലിൽ ഒരു ലെയറിന് ടെൻഷൻ കംപ്രഷൻ അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ സ്ട്രെസ്സുകൾ വരിക, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റിൽ സ്ട്രെസ് കൊടുത്തു വീണ്ടും റിലീസ് ചെയ്തു, സ്ട്രെസ് കൊടുത്തു റിലീസ് ചെയ്തു. ഇതൊക്കെ എന്താണ് റിവേഴ്സൽസ് ഓഫ് സ്ട്രെസ്സിന് വരുന്ന കാര്യങ്ങളാണ്. ഇത്തരം കേസിൽ നമ്മൾ കാണുന്ന വെച്ചാൽ ഈ മെറ്റീരിയലിന്റെ ഫെയിലിയർ കുറച്ചും കൂടെ റാപ്പിഡ് ആണ് കമ്പയർഡ് ടു ഒരേ നേച്ചറുള്ള സ്ട്രെസ്സിൽ അത് ഫെയിൽ ആകുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഈ മെറ്റീരിയൽ ഫെയിൽ ആവും. അപ്പൊ നമ്മളെപ്പോഴും ഒരു ഐസെക്ഷനെ പറ്റി അതിനെപ്പറ്റി ഇങ്ങനെ വല്ലാതൊരു ഹൈപ്പ് കൊടുത്ത് പഠിച്ച് അവസാനം ഇതിന്റെ ആൻസർ മിക്കവാറും ഒരു ഐസെക്ഷൻ എന്നാണ് ഇത്. പക്ഷെ ഇതിന്റെ ആൻസർ വരുന്നത് ഹോളോ സിലിണ്ടറിക്കൽ പൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താണെന്ന് നോക്കാം. എ ഹോളോ സിലിണ്ടറിക്കൽ സെക്ഷൻ പ്രൊവൈഡ്സ് യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ, നോ സ്ട്രെസ് കോൺസെൻട്രേഷൻ. ഇതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ഐസെക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് വെബും ഫ്ലാഞ്ചും തമ്മിൽ വരുന്ന ഭാഗങ്ങളിൽ ഈ ഒരു കോർണേഴ്സിലൊക്കെ സ്ട്രെസ് കോൺസെൻട്രേഷൻ, സ്ട്രെസ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ഹോളോ സർക്കുലർ സെക്ഷന് ഇങ്ങനെ സഡൻ ആയിട്ടുള്ള കോർണേഴ്സുകളൊന്നുമില്ല. കോർണേഴ്സുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കോർണേഴ്സിലാണ് എപ്പോഴും സ്ട്രെസ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത്. അപ്പൊ കോർണേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന എഫക്ട് ഈ ഹോളോ സർക്കുലർ സെക്ഷൻസിൽ ഉണ്ടാവില്ല. ഇനി ഹോളോ ആയതുകൊണ്ട് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാക്സിമം അകലെയാണ് മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒക്കെ കൂടുതലായിരിക്കും. ഹൈ റെസിസ്റ്റൻസ് ടു ടോർഷൻ ആൻഡ് ബെൻഡിങ്,
better fatigue strength under repeated അല്ലെങ്കിൽ reversal stresses. Hence hollow circular section is most preferred for shafts for common. അപ്പൊ ഐ സെക്ഷനോ അങ്ങനെ പ്രത്യേകിച്ച് ഷാഫ്റ്റിന്റെ കേസ് ഒക്കെ വരുമ്പോൾ ഈ സ്ട്രെസ് റിവേഴ്സൽ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ പ്രിഫർ ചെയ്യുന്നത് ഒന്നും കൂടെ എന്താണ് ഈ ഹോളോ സെക്ഷൻസ് ആണ്. നെക്സ്റ്റ്, എ ബാർ ഓഫ് കോപ്പർ ആൻഡ് സ്റ്റീൽ ഫോം എ കോമ്പോസിറ്റ് സിസ്റ്റം. They are heated to a temperature of 40 degrees Celsius. One type of stress is induced in the copper bar. Okay. അപ്പോൾ തെർമൽ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ്. ഒരു മെറ്റീരിയലിനെ രണ്ട് സൈഡിലും ഒരു റോഡ് എടുത്തിട്ട് രണ്ട് സൈഡും നല്ല റിജിഡ് ആയിട്ടുള്ള രണ്ട് സപ്പോർട്ടുകൾ കിടക്ക് ഞാൻ ഫിക്സ് ചെയ്തിട്ട് അതിനെ ഒന്നുകിൽ ഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂൾ ചെയ്യുക. ഓക്കെ, ഇത് നാച്ചുറലി സീസൺ വൈസ് ആയിട്ട് ടെമ്പറേച്ചറിലൊക്കെ ചേഞ്ച് വരുമ്പോൾ സാധാരണ സ്ട്രക്ചേഴ്സിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡിലുള്ള സപ്പോർട്ടുകൾ അത് വെളിയിലേക്ക് തള്ളാൻ നോക്കും. പക്ഷെ സപ്പോർട്ട്സ് റിജിഡ് ആയതുകൊണ്ട് അതിന് ഡീഫർമേഷൻ വരില്ല. സോ അതുകൊണ്ട് സപ്പോർട്ട് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മെറ്റീരിയലിനെ ഉള്ളിലേക്ക് പിടിച്ചു തള്ളും. ഉള്ളിലേക്ക് പിടിച്ചു തള്ളുമ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നും ഒരു കംപ്രസീവ് ലോഡ് പോലെ മെറ്റീരിയൽ ആക്ട് ചെയ്യും. അത് മെറ്റീരിയൽ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും, വിച്ച് ഇസ് കോൾഡ് തെർമൽ സ്ട്രെസ്. ഞാൻ എക്സ്റ്റേണലി ഒരു ലോഡ് അല്ല അവിടെ അപ്ലൈ ചെയ്ത് ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻ ആണ് അവിടെ മാറുന്നത്. ഇതേപോലെ തന്നെ കൂളിയാണെങ്കിലും സംഭവിക്കും, മെറ്റീരിയൽ കോൺട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. കോൺട്രാക്ഷന്റെ ഭാഗമായിട്ട് രണ്ട് സപ്പോർട്ടുകൾ അത് ഉള്ളിലേക്ക് പിടിച്ചു വലിക്കും. ഉള്ളിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ സപ്പോർട്ട് മെറ്റീരിയലിനെ പുറകോട്ട് പിടിച്ചു വലിക്കും. അവിടെയും ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. പക്ഷെ മെറ്റീരിയലിൽ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ ഫ്രീ ആക്കി വെച്ചു എന്ന് വിചാരിക്കാം. ഫ്രീ ആക്കി വെച്ചിട്ട് ഹീറ്റ് ചെയ്താലും കൂൾ ചെയ്താലും മെറ്റീരിയൽ ഫ്രീ ആയിട്ട് ആ ഡയറക്ഷനിലേക്ക് അത് ഇലോങ്ങേഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ വരും. ദർ ഈസ് നോ റെസിസ്റ്റൻസ് ടു ഡീഫർമേഷൻ. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ എന്ത് ഡെവലപ്പ് ചെയ്യില്ല, സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല. സോ തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു എൻറ്റയർലി ഡിഫറെന്റ് കണ്ടീഷൻ ആണ്. അതായത് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യാം, പക്ഷെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. മെറ്റീരിയലിന്റെ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ പെർഫെക്റ്റ്ലി ഞാൻ റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ഡെവലപ്പ് ചെയ്യുള്ളൂ, തെർമൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അവിടെ സ്ട്രെയിൻ സീറോ ആയിരിക്കും, മെറ്റീരിയൽ ചേഞ്ച് ഇൻ സൈസ് സീറോ ആയിരിക്കും, പക്ഷെ അവിടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. നേരെ മറിച്ച് മെറ്റീരിയലിന് ഞാൻ ഡീഫർമേഷൻ അലോ ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും ഫ്രീ ആക്കി വെക്കുകയാണെങ്കിൽ അവിടെ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും, പക്ഷെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രെസ്സും സ്ട്രെയിനും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? നേരത്തെ പറഞ്ഞ ഒരു ലോഡ് കാരണം, ഫോഴ്സുകളോ മൊമെന്റുകളോ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ നമ്മൾ മെക്കാനിക്കൽ സ്ട്രെസ്സസ് എന്നാണ് വിളിക്കുക. അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹുക്സിലോ ഒക്കെ അപ്ലൈ ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ കണ്ടീഷനെ നമ്മൾ തെർമൽ സ്ട്രെസ് അല്ലെങ്കിൽ തെർമൽ സ്ട്രെയിൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഹുക്സിലോ ഒന്നും വാലിഡ് അല്ല. ഓക്കെ, മെക്കാനിക്കൽ സ്ട്രെസ്സിൽ മാത്രമേ എന്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, ഹുക്സിലോ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രെയിൻ ഉണ്ടെങ്കിലും സ്ട്രെസ് ഉണ്ടാവണമെന്നില്ല, സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെയിൻ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കംപ്രസീവ് ആണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ തെർമൽ സ്ട്രെസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം നമുക്ക് എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റീരിയലിനെ ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ ഒരു ഡെൽറ്റ ടി ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ലെങ്ത് എൽ ആണെങ്കിൽ അതിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് കാണാനുള്ള ഫോർമുലയാണ് എൽ ആൽഫ ഡെൽറ്റ ടി, വേർ ആൽഫ ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ് ഒക്കെ പോലെ തന്നെ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ് ഈ ആൽഫ എന്ന് പറയുന്നത്. കുറച്ച് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽസിന്റെ ആൽഫയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ യൂണിറ്റ് വരുന്നത് 1/°C അല്ലെങ്കിൽ 1/Kelvin ആണ്. സ്റ്റീല് 12 × 10⁻⁶, കാസ്റ്റ് അയൺ 11 × 10⁻⁶, കോപ്പർ 17, ബ്രാസ് 19, അലുമിനിയം എക്സെട്ര അത് കൊടുത്തിട്ടുണ്ട്. ഇതില് ഏറ്റവും കുറവ് ആൽഫയുടെ വാല്യൂ ഉള്ള ഒരു മെറ്റീരിയൽ ഉണ്ടോ? ഇൻവാർ അല്ലെ. ഇൻവാർ നമ്മൾ ഈ ടേപ്പ് ഒക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷറിംഗ് ടേപ്പുകൾ. കാരണം അതിൽ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ അത് വല്ലാതെ ലെങ്ത് മാറിക്കഴിഞ്ഞാൽ അത് മെഷർ ചെയ്യുന്ന ലെങ്ത് തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് വളരെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ലോ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇൻവാർ എന്ന് പറയുന്നത്. അതിന്റെ 1 × 10⁻⁶ ആണ്. വളരെ കൂടുതലുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ അലുമിനിയം, ബ്രാസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഓക്കെ, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റീലിന് 12 ആണ്, ഒരു മീഡിയം വാല്യൂ. നോ ഇതിൽ നിന്ന് നമുക്ക് തെർമൽ സ്ട്രെയിൻ കിട്ടും, ദ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി. ഓക്കെ, നോ ഇനി നമുക്ക് ചില എൻഡ് കണ്ടീഷൻസ് ഒക്കെ. ബോത്ത് എൻഡ്സ് ഫ്രീ ആണെങ്കിൽ ഒബ്വിയസ്ലി രണ്ട് എൻഡിലേക്കും അത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ട് തെർമൽ സ്ട്രെസ് സീറോ ആയിരിക്കും, പക്ഷെ അപ്പോഴും എന്തുണ്ട്, തെർമൽ സ്ട്രെയിൻ ഉണ്ട്. നോ വൺ എൻഡ് ഫിക്സ്ഡ്, അതർ എൻഡ് ഫ്രീ. അപ്പൊ ഫ്രീ ആയിട്ടുള്ള എൻഡിലേക്ക് അത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ. അതുകൊണ്ട് തന്നെ തെർമൽ സ്ട്രെസ് അപ്പോഴും എന്ത് തന്നെയായിരിക്കും, സീറോ ആയിരിക്കും. പക്ഷെ രണ്ട് എൻഡും ഫിക്സ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് തെർമൽ സ്ട്രെസ് ഉണ്ടായിരിക്കുക, വിച്ച് ഇസ് ഗിവൺ ബൈ ഇ ആൽഫ ഡെൽറ്റ ടി. ഇ ആൽഫ ഡെൽറ്റ ടി. ഇനി ഹീറ്റിംഗ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു സപ്പോർട്ടുകൾ രണ്ടും ഉള്ളിലേക്കാണ് പിടിച്ച് തള്ളുക, അതുകൊണ്ട് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യാം. കൂളിയാണെങ്കിൽ സപ്പോർട്ട് വെളിയിലേക്കാണ് അതിനെ പിടിച്ച് വലിക്കുക, അതുകൊണ്ട് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി
കോമ്പോസിറ്റ് മെറ്റീരിയൽ, അതായത് മോർ ദാൻ 2 മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, മോർ ദാൻ 1 മെറ്റീരിയൽ, ഒന്നിലധികം മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബാറോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഈ രണ്ട് എൻഡും റെസ്ട്രിക്ട് ചെയ്യാം. മെറ്റീരിയൽ തന്നെ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഒരു മെറ്റീരിയലിന് ആൽഫ കൂടുതലാണെങ്കിൽ ആ മെറ്റീരിയൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ വല്ലാതെ എക്സ്പാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യാൻ നോക്കും. റാപ്പിഡ് ആയിട്ട് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ സംഭവിക്കും. ഇനി മെറ്റീരിയൽ വിത്ത് ലെസ് ആൽഫ അത് വളരെ പതുക്കെ മാത്രമേ എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും ശ്രമിക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് ഏത് മെറ്റീരിയലാണോ കൂടുതൽ ആൽഫ ഉള്ളത് ആ മെറ്റീരിയലിൽ കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. ഏത് മെറ്റീരിയലിനാണ് കുറവ് ആൽഫ ഉള്ളത് ആ മെറ്റീരിയലിന് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും വെൻ ഹീറ്റഡ്. എല്ലാതും ഹീറ്റിംഗിന്റെ കേസ് മാത്രം പഠിച്ചാൽ മതി. നേരെ ഓപ്പോസിറ്റ് ആണ് കൂളിംഗിന്റെ കേസ് വരിക. അപ്പൊ ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഏത് മെറ്റീരിയലിനാണോ കൂടുതൽ ആൽഫ ഉള്ളത് ആ മെറ്റീരിയലിന് കംപ്രസീവും കുറവ് ആൽഫ ഉള്ളതിന് tensile stress ആയിരിക്കും. Okay, so the next question is, if the principal stresses and maximum shear stresses are of equal numerical values at a point in a stressed body, the state of stress can be termed as isotropic, uniaxial, pure shear, generalized plane state of stress. So complex stress and strain പറയുന്ന ചാപ്റ്റർ ഈ SFD PMD പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം പ്രാക്ടിക്കലി ഒരു ബോഡിയിൽ ഒന്നിലധികം ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബെൻഡിങ്ങും ഷിയറും, അതുപോലെ തന്നെ ബെൻഡിങ് ആക്സിയൽ ലോഡ്, ടോർഷന് ബെൻഡിങ്, ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ള ലോഡിംഗ് ആണ് മിക്കവാറും ബോഡീസിൽ ആക്ട് ചെയ്യും. അത്തരം കമ്പൈൻഡ് ആയിട്ടുള്ള ബോഡീസിൽ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ലോഡിങ്ങിൽ ബോഡിയിൽ എന്തൊക്കെ ടൈപ്പ് സ്ട്രെസ്സുകൾ ജനറേറ്റ് ചെയ്യുന്നു, അത് ഏതൊക്കെ പ്ലെയിൻസിൽ, ഏതൊരു പ്ലെയിനിലെയും സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്, അതുപോലെ തന്നെ ഈ സ്ട്രെസ്സുകൾ മാക്സിമം വരുന്ന പ്ലെയിൻ ഏതാണ്, മിനിമം വരുന്ന പ്ലെയിൻ ഏതാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബോഡിയുടെ ഫെയിലിയർ അനാലിസിസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ് കോംപ്ലക്സ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജനറൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതായത് കമ്പൈൻഡ് ആയിട്ട് നോർമൽ സ്ട്രെസ്സുകളും ഷിയർ സ്ട്രെസ്സുകളും ആക്ട് ചെയ്യുന്ന ഒരു 2 ഡയമെൻഷണൽ കേസാണ് ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത്. എക്സ് ഡയറക്ഷനിൽ സിഗ്മ എക്സ് എന്ന് പറയുന്ന ഒരു ടെൻസൈൽ സ്ട്രെസ്, വൈ ഡയറക്ഷനിൽ സിഗ്മ വൈ എന്ന് പറയുന്ന ടെൻസൈൽ സ്ട്രെസ്, ആൻഡ് എ പോസിറ്റീവ് സെൻസ് ഓഫ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് ഒരിക്കലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പ്ലെയിനിൽ മാത്രം നിൽക്കില്ല. അത് കോംപ്ലിമെന്ററി ഷിയർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസിലും അതിന്റെ റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള സ്ട്രെസ്സുകൾ ജനറേറ്റ് ചെയ്യും. ദർ കോൾഡ് കോംപ്ലിമെന്ററി ഷിയർ സ്ട്രെസ്. അപ്പോ നമുക്ക് വേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിൽ ഫോർ എക്സാമ്പിൾ ഈ സിഗ്മ എക്സ് ആക്ട് ചെയ്യുന്ന പ്ലെയിനിൽ നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തീറ്റ ഇൻക്ലിനേഷനിലുള്ള ഒരു പ്ലെയിൻ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു ഈ എലമെന്റിനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ദിസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആംഗിൾ ഇസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ സിഗ്മ എക്സ് കാണിക്കണം, ഇവിടെ സിഗ്മ വൈ കാണിക്കണം, ടോ എക്സ് വൈ ഇവിടെയും കാണിക്കണം അല്ലെ. ഈ കമ്പൈൻഡ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് നോർമൽ സ്ട്രെസ് കാരണം ഇവിടെ ഒരു നോർമൽ സ്ട്രെസ് സിഗ്മ തീറ്റ ജനറേറ്റ് ചെയ്യും, ഒരു ഷിയർ സ്ട്രെസ് ടോ തീറ്റ ജനറേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് സിഗ്മ തീറ്റ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 കോസ് 2 തീറ്റ പ്ലസ് ടോ എക്സ് വൈ സൈൻ 2 തീറ്റ. ഓക്കെ, ആൻഡ് ടോ തീറ്റ കാണാനുള്ള എക്സ്പ്രഷൻ ആണ് മൈനസ് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 സൈൻ 2 തീറ്റ പ്ലസ് ടോ എക്സ് വൈ കോസ് 2 തീറ്റ. ഇതിന്റെ ഒരു മെക്കാനിക്കൽ ബി ഫീൽഡിലൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു റോഡില് ആക്സിയൽ ലോഡ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കുക. മേ ബി ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 റോഡ്സ്. ഇങ്ങനെ ഒരു വെൽഡ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ ചിലപ്പോൾ എന്തെങ്കിലും ജോയിനിങ് പ്രോസസ്സോ വെൽഡിംഗ് ഒക്കെ ഉണ്ടായിരിക്കാം, ഏതെങ്കിലും കോമ്പോണന്റ് കണക്റ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കാം. സോ ഈ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ എത്ര സ്ട്രെസ് ആക്ട് ചെയ്യുന്നു, ആ വെൽഡിൽ എത്ര സ്ട്രെസ് ആക്ട് ചെയ്യുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതില് ഈ രണ്ട് സ്ട്രെസ്സുകളും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ടേംസിലാണ് ഇക്വേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മാക്സിമം മിനിമം വാല്യൂസ് ഉണ്ടായിരിക്കും. അതിൽ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ടോ തീറ്റ നമുക്ക് 0 ആയിട്ട് കിട്ടും. സച്ച് എ പ്ലെയിൻ ഈസ് കോൾഡ് പ്രിൻസിപ്പൽ പ്ലെയിൻ. ഏത് പ്ലെയിനിലാണോ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യാത്തത് അവിടെ നോർമൽ സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സച്ച് എ പ്ലെയിൻ ഈസ് കോൾഡ് പ്രിൻസിപ്പൽ പ്ലെയിൻ. പ്രിൻസിപ്പൽ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. അവിടെയുള്ള നോർമൽ സ്ട്രെസിന്റെ പ്രത്യേകത ഇറ്റ് ക്യാൻ ബി ഐദർ മാക്സിമം ഓർ മിനിമം. ഓക്കെ, അതിലെ ഒരു പ്ലെയിനില് ഒരു സെർട്ടൺ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് 0 ആകുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ പ്ലെയിൻസിലും എന്ത് 0 ആയിരിക്കണം, ഷിയർ സ്ട്രെസ് 0 ആയിരിക്കണം. കാരണം കോംപ്ലിമെന്ററി പ്രോപ്പർട്ടി.
അപ്പൊ അതിൽ ഒരു പ്ലെയിനിൽ നോർമൽ സ്ട്രെസ് മാക്സിമം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ പ്ലെയിനിൽ നോർമൽ സ്ട്രെസ് വിൽ ബി മിനിമം. അത് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ലോഡിങ് കാരണം ആ എൻറ്റയർ ബോഡിയുടെ ഡിഫറെന്റ് ഓറിയന്റേഷൻസിലുള്ള പ്ലെയിൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഷിയർ സ്ട്രെസ് സീറോ ആയിരിക്കുന്ന എല്ലാ പ്ലെയിൻസിനെയും നമുക്ക് എന്ത് വിളിക്കാം, പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് വിളിക്കാം. അതിൽ ചില പ്രിൻസിപ്പൽ പ്ലെയിൻസിൽ നോർമൽ സ്ട്രെസ് മാക്സിമം ആയിരിക്കും, വേറൊരു പ്രിൻസിപ്പൽ പ്ലെയിനിൽ നോർമൽ സ്ട്രെസ് മിനിമം ആയിരിക്കും. ദേ ആർ കോൾഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. മാക്സിമം മിനിമം വാല്യൂസ് ഓഫ് നോർമൽ സ്ട്രെസ്സിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. ആ പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻസിനാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അതിൽ ആരാണോ മാക്സിമം അയാളെ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്നും ആരാണോ മിനിമം അയാളെ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്നും പറയുന്നു. സോ മേജർ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സുകളെ സിഗ്മ 1 and 2 എന്നാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് കാണാനുള്ള ഫോർമുലയാണ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഹോൾ സ്ക്വയർ plus tau xy square. This is the expression for finding the principal stresses. And principal plane inclination കാണാനുള്ള ഫോർമുലയാണ് tan 2 theta p is equal to tau xy divided by sigma x minus sigma y by 2. ഈ ഒരു എക്സ്പ്രഷൻ ആണ് എന്ത് കാണാനുള്ളത്, പ്രിൻസിപ്പൽ പ്ലെയിൻസിന്റെ ഇൻക്ലിനേഷൻ കാണാനുള്ളത്. അപ്പൊ അത് നമുക്ക് രണ്ട് പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഉണ്ട്, ഒന്ന് തീറ്റ പി ഇൻക്ലിനേഷനിലും പിന്നെ ഒന്ന് തീറ്റ പി പ്ലസ് 90 ഡിഗ്രി ഇൻക്ലിനേഷനിലും. അത് രണ്ട് പ്രിൻസിപ്പൽ പ്ലെയിൻസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഒരു പ്ലെയിനില് മേജർ ആണെങ്കിൽ ഒരു പ്ലെയിനില് പെർപെൻഡിക്കുലർ പ്ലെയിനിൽ മൈനർ ആയിരിക്കും. ഈ രണ്ട് പ്ലെയിൻസിൽ ഒന്നും ഉണ്ടാവില്ല, ഷിയർ സ്ട്രെസ്സുകൾ സീറോ ആയിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഷിയർ സ്ട്രെസ് മാക്സിമം ആകുന്ന ഒരു പ്ലെയിൻ നമുക്ക് കിട്ടും. ഷിയർ സ്ട്രെസ് മാക്സിമം ആകുന്ന പ്ലെയിൻ, അതിനെ മാക്സിമം ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസ് എന്നാണ് വിളിക്കുക. ആ ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന പെർഫെക്റ്റ്ലി 2-dimensional കേസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ കേസിൽ നമ്മൾ മാക്സിമം ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസ് എന്നാണ് പറയാം. ആ മാക്സിമം ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ സ്ക്വയർ റൂട്ടിൽ കാണുന്ന ടൈമാണ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് 2xy സ്ക്വയർ. അതാണ് മാക്സിമം ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസ് കാണാനുള്ള ഫോർമുല. ആൻഡ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഈ മാക്സിമം ഷിയർ ആക്ട് ചെയ്യുന്ന പ്ലെയിനില് അതിന്റെ ഇൻക്ലിനേഷൻ കിട്ടാനായിട്ടുള്ള ഫോർമുല tan 2 theta s. ആ ഷിയർ ആക്ട് ചെയ്യുന്ന ഇൻക്ലിനേഷൻ ആണ് മൈനസ് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഡിവൈഡഡ് ബൈ tau xy. ഇതാണ് ഫോർമുല. ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട്, തീറ്റ പിയും തീറ്റ എസും 45 ഡിഗ്രിയിലായിരിക്കും. അതായത് പ്രിൻസിപ്പൽ പ്ലെയിനിൽ നിന്ന് 90 ഡിഗ്രിയുള്ള പ്ലെയിൻ അതും എന്തുതന്നെയായിരിക്കും, പ്രിൻസിപ്പൽ പ്ലെയിൻ ആയിരിക്കും. പക്ഷെ പ്രിൻസിപ്പൽ പ്ലെയിൻസിനിടയ്ക്ക് 45 ഡിഗ്രിയുള്ള പ്ലെയിൻ എപ്പോഴും മാക്സിമം ഷിയർ ആക്ട് ചെയ്യുന്ന പ്ലെയിൻ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിൻസിപ്പൽ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് സീറോ ആയിരിക്കുന്നു, പക്ഷെ മാക്സിമം ഷിയർ വരുന്ന പ്ലെയിനിൽ നോർമൽ സ്ട്രെസ് സീറോ ആയിരിക്കില്ല. ആ നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആയിരിക്കും, അതായത് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 ആയിരിക്കും. ഈ സിഗ്മ എക്സ് സിഗ്മ വൈ tau xy എന്നൊക്കെ പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിന് അലോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ആണ്. ഒരു പർട്ടിക്കുലർ സ്ട്രെസ് കോമ്പണന്റ് ആണ് പർട്ടിക്കുലർ പ്ലെയിൻ. ആ പ്ലെയിനിൽ നിന്ന് ഇൻക്ലിനേഷനുള്ള പ്ലെയിൻസിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം ആ ഒരു സ്ട്രെസ്സിന്റെ ടേംസിലായിരിക്കണം, ഒറിജിനൽ സ്ട്രെസ്സിന്റെ ടേംസിലായിരിക്കണം എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ മാക്സിമം ഷിയർ വരുന്ന പ്ലെയിനിൽ നോർമൽ സ്ട്രെസ്സിന്റെ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ അത് ആവറേജ് സ്ട്രെസ് ആയിരിക്കും, സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 ആയിരിക്കും. അനദർ ഇമ്പോർട്ടന്റ് റിസൾട്ട്, sigma x plus sigma y is equal to sigma 1 plus sigma 2 is equal to sigma theta plus 90. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസിലെ നോർമൽ സ്ട്രെസ്സിന്റെ സം എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സിഗ്മ തീറ്റ പ്ലസ് 90. ഓക്കെ, അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സം ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത് സം ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ സ്ട്രെസ്സസ് നോർമൽ സ്ട്രെസ്സസ് ഓൺ എനി അതർ പ്ലെയിൻസ് അത് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും എന്നുള്ളത്. അത് ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഇതിന് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ് നിങ്ങൾക്ക് തരും, ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് തന്നിട്ടുണ്ടായിരിക്കും, അതായത് സിഗ്മ എക്സും സിഗ്മ വൈയും തന്നിട്ടുണ്ടായിരിക്കും, അതർ പ്രിൻസിപ്പൽ സ്ട്രെസ് എത്രയാണെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചാണ്. ഇനി നമുക്ക് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് കേസ് ഒന്ന് യൂണി ആക്സിയൽ ടെൻഷൻ എന്ന് പറയുന്ന കേസാണ്. യൂണി ആക്സിയൽ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രം നോർമൽ സ്ട്രെസ്സുകൾ ആക്ട് ചെയ്യാം. ഇത് തന്നെ എന്തും വരാം, കംപ്രഷനും വരാം. ഒരു ഡയറക്ഷനിൽ മാത്രം കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു കേസ്. ഇനി ഇതിൽ തന്നെ ഇത് വരികയാണെങ്കിലോ, ഇങ്ങനെ വരികയാണെങ്കിൽ അതിനെ ഒരു 2-dimensional സ്ട്രെസ് ആണ്, ബൈആക്സിയൽ ആണ് വരുന്നത്. അതിൽ ഷിയർ സ്ട്രെസ് ഇല്ലാത്ത കേസും വരാം, ഷിയർ സ്ട്രെസ് വരുന്ന കേസും വരാം. ഷിയർ സ്ട്രെസ്സും കൂടി ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ജനറൽ പ്ലെയിൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയും. ഇനി ഇവിടെ ഈ എലമെന്റില് ഷിയർ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, നോർമൽ സ്ട്രെസ്സുകൾ ഒന്നും ആക്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ. ഇതിനാണ് നമ്മൾ പ്യുവർ ഷിയർ കണ്ടീഷൻ എന്ന് പറയുന്നത്. പ്യുവർ ഷിയർ. ഓക്കെ, പ്യുവർ ഷിയർ. ഈ 2-dimensional കേസ് ഓഫ് സ്ട്രെസ്സിൽ ഷിയർ സ്ട്രെസ് ഇല്ലാത്ത കേസിൽ എല്ലാ സ്ട്രെസ്സുകളും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ വോളിയോമെട്രിക് സ്ട്രെസ് എന്ന് പറയും. അത് കംപ്രസീവ് ആണെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയും. ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്. ഓക്കെ, കംപ്രസീവ് ആണെങ്കിൽ അതിന് ഹൈഡ്രോസ്റ്റാറ്റിക് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയും.
ഇതാണ് ഡിഫറെന്റ് കേസസ് ഓഫ് സ്ട്രെസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് if the principal stresses and maximum shear stresses are of equal numerical value at a point in a stressed body, the state of stress can be termed as. ഇത് ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ് σ1 or σ2 is equal to tau max ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ σx plus σy/2 plus or minus square root of σx minus σy/2 whole square plus tau xy square is equal to square root of σx minus σy/2 whole square plus tau xy square. So ഇത് അങ്ങനെ തന്നെ ക്യാൻസൽ ആയി പോയില്ലേ? That means σx plus σy/2 is equal to 0 or σx equals minus σy. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ഷിയർ സ്ട്രെസ് ഇല്ല, ടോ എക്സ് ടൈം അങ്ങനെ തന്നെ ക്യാൻസൽ ആയി പോയത് കൊണ്ട് നമുക്ക് ഷിയർ സ്ട്രെസ് 0 എന്നുള്ളത് ജഡ്ജ് ചെയ്യാം. ദെൻ ഈ കേസിൽ σx പോസിറ്റീവ് ആണെങ്കിൽ σy നെഗറ്റീവ് ആണെന്നാണ് അതിന്റെ മീനിങ്. ഇങ്ങനെയാണ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്. ഇനിയാണ് ഇവിടെയുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ വരച്ച ആ ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. ദിസ് ഇസ് ദ കേസ്. അതായത് ഇത് മൈനസ് സിഗ്മ, ദിസ് ഇസ് പ്ലസ് സിഗ്മ, ഇതാണ് അതിന്റെ മീനിങ്. So sigma x equal to positive, sigma y must be negative. Now ഈ കേസിൽ ഞാൻ പറഞ്ഞു tau xy 0 ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പ്രിൻസിപ്പൽ പ്ലെയിൻസുകളല്ലേ. ഇതൊരു പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്, ഇത് വേറൊരു പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്. കാരണം എന്താ, ഈ രണ്ട് കേസിലും ഷിയർ സ്ട്രെസ് 0 ആണ്. ഷിയർ സ്ട്രെസ് 0 ആകുന്ന ഏത് പ്ലെയിൻ ഒന്നാണ്, പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്. ഇനി അനദർ പോസിബിലിറ്റി, സിഗ്മ എക്സ് പ്ലസ് സിഗ്മ y/2 0 ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. That means sigma x and sigma y both can also be 0. ഇത് രണ്ടും 0 ആയിക്കൂടെ? രണ്ടും 0 ആകാം. ആ കേസിൽ നമുക്ക് tau xy 0 ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സും പോസിബിൾ ആണ്, ഇങ്ങനെയും പോസിബിൾ ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് പ്യുവർ ഷിയർ. പ്യുവർ ഷിയർ. ഈ പ്യുവർ ഷിയർ കണ്ടീഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് tau xy ഈക്വൽസ് tau. tau xy എന്ന് പറയുന്നത് ഞാൻ അപ്ലൈ ചെയ്ത ഷിയർ സ്ട്രെസ്സിന് ഈക്വൽ ആണ്. ആ കേസിൽ നമുക്ക് tau max in plane എന്ന് കണ്ടുപിടിച്ച് നോക്കാം. tau max in plane is equal to square root of sigma x minus sigma y/2 whole square plus tau xy square. ഈ ടേം മൊത്തം 0 ആണ്, കാരണം അതിൽ സിഗ്മ എക്സും സിഗ്മ വൈയും ആക്ട് ചെയ്യുന്നില്ല. therefore it is simply equal to what? plus or minus tau. ഇതാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈഡ് സ്ട്രെസ് തന്നെയാണ് മാക്സിമം ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസ്. അതിനർത്ഥം എന്താ, ഈ കാണിച്ചിരിക്കുന്ന പ്ലെയിൻസ് ഒക്കെ എന്താണ്, മാക്സിമം ഷിയർ പ്ലെയിൻ അല്ലേ. ഈ പ്യുവർ ഷിയർ കണ്ടീഷനില് മാക്സിമം ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ആ അപ്ലൈഡ് സ്ട്രെസ് തന്നെയാണ്. അതിനർത്ഥം ആ അപ്ലൈഡ് സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻസ് തന്നെയാണ് മാക്സിമം ഷിയർ പ്ലെയിൻ. സോ ഈ മാക്സിമം ഷിയർ പ്ലെയിന് 45 ഡിഗ്രി ഉള്ള ഒരു പ്ലെയിൻ ആണെങ്കിൽ, ഇങ്ങനെ ഒരു എലമെന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ 45 ഡിഗ്രി ഉള്ള ഒരു പ്ലെയിൻ എന്തായിരിക്കും, അത് പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആയിരിക്കണ്ടേ. കാരണം മാക്സിമം ഷിയർ പ്ലെയിനും 45 ഡിഗ്രി ഉള്ള പ്ലെയിൻ എന്താണ്, പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആണ്. ഇനി നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സിഗ്മ 1 or 2 is equal to sigma x plus sigma y/2 plus or minus square root of sigma x minus sigma y/2 whole square plus tau xy square. പ്യുവർ ഷിയർ കണ്ടീഷനിലെ നോർമൽ സ്ട്രെസ്സുകളൊക്കെ 0 ആയതുകൊണ്ട് ഈ രണ്ട് ടേം 0 ആയി പോയി. ടോയുടെ വാല്യൂ എന്താണ്, tau xy വാല്യൂ tau ആണ്. therefore sigma 1 or 2 is equal to, ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, പ്ലസ് ഓർ മൈനസ് tau എന്ന് വരും. എന്ന് വെച്ചാൽ സിഗ്മ 1 പ്ലസ് tau ആണെങ്കിൽ സിഗ്മ 2 ഈസ് മൈനസ് tau. അതിനർത്ഥം ഇങ്ങനെ ഈ ഒരു എലമെന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡയറക്ഷനില് ടോ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ, ടെൻസൈൽ ആയിട്ടുണ്ടെങ്കിൽ, പെർപെൻഡിക്കുലർ ഡയറക്ഷനില് മൈനസ് ടോ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. ആൻഡ് നമ്മുടെ ആക്ച്വൽ എലമെന്റ് ഇങ്ങനെയായിരുന്നു. അവിടെ എന്താണ്, ടോ മാക്സ് ആണ്. അതിനർത്ഥം പ്യുവർ ഷിയർ കണ്ടീഷനിൽ തന്നെ വരുന്ന രണ്ട് ഡിഫറെന്റ് ഓറിയന്റേഷൻസിലുള്ള ഒരു എലമെന്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ഈ രണ്ട് കണ്ടീഷൻ അപ്പോൾ പ്യുവർ ഷിയർ കണ്ടീഷൻ തന്നെയാണ്. അടിയ മനസ്സിലായോ? അതായത് പ്യുവർ ഷിയർ കണ്ടീഷനിൽ നമ്മളൊരു എലമെന്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, അതിൽ ഷിയർ സ്ട്രെസ് മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ, അതേ ബോഡിയിൽ തന്നെ 45 ഡിഗ്രി ഉള്ള വേറൊരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വരച്ച സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിലാണ്, ഒരു കംപ്രസീവ്, ഒരു ടെൻസൈൽ. അപ്പോ ജനറലി നമുക്ക് എന്ത് പറയാം, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെ പ്യുവർ ഷിയർ കണ്ടീഷൻ ആണ്. അപ്പൊ പ്യുവർ ഷിയറിന്റെ പ്രത്യേകതകൾ മനസ്സിലായോ? പ്യുവർ ഷിയറിൽ tau max in plane എന്ന് പറയുന്നത്, ആ മാക്സിമം ഇൻ പ്ലെയിൻ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ആ അപ്ലൈഡ് സ്ട്രെസ് തന്നെയാണ്. ഇനി പ്രിൻസിപ്പൽ സ്ട്രെസ്സുകൾ
പ്രിൻസിപ്പൽ സ്ട്രെസ്സുകൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ആൻഡ് അവരുടെ മാഗ്നിറ്റ്യൂഡ് എന്തിന് ഈക്വൽ ആണ്? അതും ഷിയർ സ്ട്രെസ്സിന് ഈക്വൽ ആണ്. ഓക്കെ, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിനെയും പ്യുവർ ഷിയർ കണ്ടീഷൻ ആയിട്ട് പറയാം. കാരണം ആ പ്യുവർ ഷിയർ കണ്ടീഷനിൽ തന്നെ ഡിഫറെന്റ് ഓറിയന്റേഷൻസിൽ നോക്കി കാണുന്ന സ്റ്റേറ്റ്സ് ഓഫ് സ്ട്രെസ് തന്നെയാണ് നമുക്ക് അവിടെ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ഇനി അനദർ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ അനലൈസിങ് ദിസ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ആണ് മോർ സർക്കിൾ. മോർ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗ്മ ടോ പ്ലെയിനിൽ, അതായത് എക്സ് ആക്സിലെ ഷിയർ നോർമൽ സ്ട്രെസ്സും വൈ ആക്സിലെ ഷിയർ സ്ട്രെസ്സും ഉള്ള ഒരു പ്ലെയിനില് സെന്ററിന്റെ കോർഡിനേറ്റ്സ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 0 ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് ടോമാക്സ് ഇൻ പ്ലെയിൻ. ഇങ്ങനെ വരുന്ന ഒരു സർക്കിളിനെ വിളിക്കുന്ന പേരാണെന്ത്? മോർ സർക്കിൾ. അതിന്റെ സെന്റർ എപ്പോഴും ആ സിഗ്മയുടെ ആക്സിൽ വേണം എടുക്കാനായിട്ട്. സോ ദിസ് ഇസ് കോൾഡ് മോർ സർക്കിൾ. മോർ സർക്കിളിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ, മോർ സർക്കിളിന്റെ സർക്കംഫറൻസിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതൊരു പ്ലെയിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആക്ച്വൽ എലമെന്റില് ഒരു പ്ലെയിനിലെ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചാൽ മതി. അത് വേറൊരു ഇൻക്ലിനേഷൻ, ഫോർ എക്സാമ്പിൾ എനിക്ക് തീറ്റ ഇൻക്ലിനേഷനിൽ ഒരു പ്ലെയിനിൽ വേണമെങ്കിൽ ഇവിടെ 2 തീറ്റ ഇൻക്ലിനേഷനിൽ എടുക്കണം. അതാണ് പ്രത്യേകത. ഓക്കെ, അതായത് ആക്ച്വൽ എലമെന്റില് തീറ്റ ഇൻക്ലിനേഷനിലെ പ്ലെയിൻ മോർ സർക്കിളിൽ 2 തീറ്റ ഇൻക്ലിനേഷനിലായിരിക്കും, ട്വൈസ് ആംഗിളിലായിരിക്കും എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി, മോർ സർക്കിളിന്റെ ഈ പോയിന്റുകൾ, അതായത് എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന പോയിന്റ്സിൽ ഷിയർ സ്ട്രെസ്സുകൾ 0 ആയിരിക്കല്ലോ, ടോ തീറ്റ 0 ആയിരിക്കല്ലോ. ടോ തീറ്റ 0 ആയിരിക്കുന്നപ്പോൾ ഏത് പ്ലെയിൻ ആയിരിക്കും? പ്രിൻസിപ്പൽ പ്ലെയിൻ. അതിനർത്ഥം മോർ സർക്കിൾ എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന ഈ 2 പോയിന്റ്സ് പ്രിൻസിപ്പൽ പ്ലെയിൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സുകളായിരിക്കും സിഗ്മ 1 ആൻഡ് സിഗ്മ 2 ആയിരിക്കും. ഇതാണ് മറ്റൊരു പ്രത്യേകത. നമുക്ക് നേരത്തെ പറഞ്ഞ ഡിഫറെന്റ് കേസസ്, അതായത് യൂണി ആക്സിയൽ ടെൻഷൻ, ഈ ഒരു കേസിലെ മോർ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പോയിന്റ് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന, അതായത് ഇറ്റ് ഈസ് ടാൻജൻഷ്യൽ ത്രൂ ഒറിജിൻ, ഒറിജിനിൽ കൂടെ ടാൻജന്റ് ആയിട്ട് പോകുന്ന ഒരു സർക്കിൾ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതിനർത്ഥം അതിന്റെ ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ് 0 ആയിരിക്കും, അതർ പ്രിൻസിപ്പൽ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ അപ്ലൈ ചെയ്ത സ്ട്രെസ് തന്നെയായിരിക്കും. ഓക്കെ, അതിന്റെ കോർഡിനേറ്റ്സ് വരുന്നത് സിഗ്മ ബൈ 2 0 എന്നാണ് വരിക. സെന്ററിന്റെ കോർഡിനേറ്റ് സിഗ്മ ബൈ 2 0 ആൻഡ് റേഡിയസ് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ 2. റേഡിയസ് ആണ് ടോമാക്സ് ഇൻ പ്ലെയിൻ. ടോമാക്സ് ഇൻ പ്ലെയിൻ. ഇനി അനദർ കേസ് എന്ന് പറയുന്നത് പ്യുവർ ഷിയർസ്, വെരി ഇമ്പോർട്ടന്റ്. പ്യുവർ ഷിയർ കണ്ടീഷനിൽ നമുക്ക് ഷിയർ സ്ട്രെസ്സുകൾ മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് ടോ. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ മോർ സർക്കിൾ ഹാസ് ഇറ്റ്സ് സെന്റർ അറ്റ് ഒറിജിൻ. ഒറിജിനിൽ സെന്റർ ആയിട്ട് വരുന്ന ഒരു മോർ സർക്കിൾ ആയിരിക്കും കിട്ടുക. കാരണം എന്താ? ഇവിടെ സിഗ്മ എക്സും 0 ആണ്, സിഗ്മ വൈയും 0 ആണ്. സോ സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ ബൈ 2 വിൽ ബി 0,0. സോ ഒറിജിനിൽ സെന്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിൾ ആയിരിക്കും പ്യുവർ ഷിയർ കണ്ടീഷൻ. മാത്രമല്ല അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ പ്ലസ് ടോ ആണെങ്കിൽ ഇവിടെ മൈനസ് ടോ. അതായത് പ്രിൻസിപ്പൽ സ്ട്രെസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് നേച്ചർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടെൻസൈൽ ആണെങ്കിൽ ഒന്ന് കംപ്രസീവ്, രണ്ടും ടോക്ക് ഈക്വൽ ആയിരിക്കും. ആൻഡ് അനദർ കേസ് ഈസ് ഈക്വൽ ബൈആക്സിയൽ സ്ട്രെസ്സസ്. അത് ടെൻഷൻ ആകാം, കംപ്രഷൻ ആകാം. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സിഗ്മ വരുന്ന കേസ്, അല്ലെങ്കിൽ എക്സ് ആക്സിലും വൈ ആക്സിസിലും കംപ്രഷൻ വരുന്ന കേസ്, ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ള കംപ്രസീവ് സ്ട്രെസ്സുകൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കേസിൽ മോർ സർക്കിൾ വിൽ ബി സിംപ്ലി എ പോയിന്റ്. ഓക്കെ, ടെൻഷൻ ആണെങ്കിൽ ഇവിടെ പോയിന്റ് ആയിട്ട് വരും, കംപ്രഷൻ ആണെങ്കിൽ നെഗറ്റീവ് സൈഡിൽ ഒരു പോയിന്റ് ആയിട്ട് വരും. ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് സിഗ്മ ഡിസ്റ്റൻസിൽ. എന്തുകൊണ്ടാണ്? കാരണം ഇതിന്റെ റേഡിയസ് ഒന്ന് എടുത്ത് നോക്കൂ. സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് 2xy². ഇവിടെ സിഗ്മ എക്സും സിഗ്മ വൈയും ഈക്വൽ അല്ലേ? അതുകൊണ്ട് ഈ ടേം 0 ആണ്. ഷിയർ സ്ട്രെസ് ഓൾറെഡി 0 ആണ്. അതുകൊണ്ട് റേഡിയസ് 0 ആയിരിക്കും. റേഡിയസ് 0 ആയി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ പോയിന്റ്. ഓക്കെ, അപ്പൊ ഹൈഡ്രോസ്റ്റാറ്റിക് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അല്ലെങ്കിൽ ഈക്വൽ ബൈആക്സിയൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മോർ സർക്കിൾ ബിക്കംസ് എ പോയിന്റ് ഓൺ ദ സിഗ്മ ആക്സിസ്. അതിനർത്ഥം വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ സിഗ്മ 1ഉം സിഗ്മ 2ഉം ഈക്വൽ ആണ്, സെയിം നേച്ചർ ആണ്. പ്യുവർ ഷിയറും ഇയാളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? പ്യുവർ ഷിയറിൽ ഈക്വൽ ആയിരുന്നു, പക്ഷെ ഓപ്പോസിറ്റ് സെൻസ് ആയിരുന്നു. ഒന്ന് ടെൻഷൻ, ഒന്ന് കംപ്രഷൻ. ഇവിടെ ഒന്നുകിൽ രണ്ടും ടെൻഷൻ അല്ലെങ്കിൽ രണ്ടും കംപ്രഷൻ. ആൻഡ് ഏതൊരു പ്ലെയിനിലും ഷിയർ സ്ട്രെസ് ഉണ്ടാവില്ല. ഷിയർ സ്ട്രെസ് ഈസ് 0. കാരണം മാക്സിമം ഷിയർ സ്ട്രെസ് ആണെന്ത്? ഈ പറഞ്ഞ റേഡിയസ്. അത് 0 ആയി കഴിഞ്ഞാൽ ഒരു പ്ലെയിനിലും ഷിയർ സ്ട്രെസ് ഇല്ല. ഓക്കെ, അപ്പോ ഒരു പ്ലെയിനിലും ഷിയർ സ്ട്രെസ് ഇല്ലാതെ
പ്രിൻസിപ്പൽ സ്ട്രെസ്സുകൾ ഈക്വലും സിമിലർ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഈക്വൽ ബൈആക്സിയൽ സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻസും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ പ്രോബ്ലത്തിനൊക്കെ വേണ്ടിയിട്ട്. So the next question is deflection at any section of a beam is dash of the corresponding section of the conjugate beam. Conjugate beam exam point of view അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് കോൺജുഗേറ്റ് ബീം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് ബെൻഡിങ് മൊമെന്റ് ആണ്. ബെൻഡിങ് മൊമെന്റ്. കോൺജുഗേറ്റ് ബീം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ കേസ് ഓഫ് മൊമെന്റ് ഏരിയ മെത്തേഡ്. ഫ്ലെക്സുറൽ റിജിഡിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ട് വരുന്ന ഒരു കേസിലാണ് ഇത് കൂടുതൽ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കോൺജുഗേറ്റ് ബീം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഇമാജിനറി ബീം. ജനറലി നമ്മുടെ ആക്ച്വൽ ബീമിന്റെ സെയിം ലെങ്ത് ഉള്ള ഒരേ മെറ്റീരിയൽ കോമ്പോസിഷൻ ഉള്ള ഒരു ഇമാജിനറി ബീമാണ് കോൺജുഗേറ്റ് ബീം. വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വൽ ബീമിൽ നിങ്ങൾക്ക് ഒരു ലോഡ് തന്നിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു കാൻഡിലിവർ ബീമാണ്, അതിന്റെ എൻഡിൽ ഒരു പോയിന്റ് ലോഡ് തന്നു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമ്മൾ കണ്ടിരുന്നു. ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ലോഡിംഗ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ് വരിക. ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ കോർഡിനേറ്റ്സിന് ഇപ്പൊ എം അല്ലേ ഇത്, ദിസ് വിൽ ബി ഈക്വൽ ടു WL. രണ്ട് സൈഡിലും EA കൊണ്ട് ഡിവൈഡ് ചെയ്യാം. EA കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡയഗ്രമാണ് M/EA ഡയഗ്രാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡിവൈഡ് ബൈ ഫ്ലെക്സുറൽ റിജിഡിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഒരു M/EA ഡയഗ്രാം കിട്ടും. ഇനി നമ്മൾ ആ കോൺജുഗേറ്റ് ബീം സെയിം ലെങ്ത്തിൽ വരയ്ക്കാം. ഓക്കെ, സെയിം ലെങ്ത്തിലുള്ള കോൺജുഗേറ്റ് ബീമില് ഈ കാണുന്ന ഡയഗ്രാം ഒരു ലോഡ് ഡയഗ്രാം ആയിട്ട് അപ്ലൈ ചെയ്യാം. ഒരു യൂണിഫോംലി വേരിയിങ് ലോഡ് പോലെ അപ്ലൈ ചെയ്യാം. സെയിം മാഗ്നിറ്റ്യൂഡ് WL/E ആണ് മാക്സിമം ലോഡ്, ഒരു 0 ഒറ്റ ഡയഗ്രാം. ഓക്കെ, ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഒരു ബീമിനെയാണ് എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ബീം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് വരുന്ന വ്യത്യാസം ഇതിന്റെ സപ്പോർട്ട് കണ്ടീഷൻസിലാണ്. റിയൽ ബീമിലെ ഫിക്സഡ് സപ്പോർട്ട് ഇവിടെ ഫ്രീ സപ്പോർട്ട് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഫ്രീ എൻഡ് ആയിട്ട് മാറും. റിയൽ ബീമിലെ ഫ്രീ എൻഡ് കോൺജുഗേറ്റ് ബീമിലെ ഫിക്സഡ് ആയിട്ട് മാറും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ബീമിലേക്ക് വരുമ്പോൾ ഹിഞ്ചിനെ നിങ്ങൾക്ക് ഒന്നുകിൽ ഹിഞ്ച് ആയിട്ട് തന്നെ വരയ്ക്കാം, അല്ലെങ്കിൽ റോളർ ആയിട്ട് വരയ്ക്കാം. അതുപോലെ തന്നെ റോളറിനെ അതുപോലെ തന്നെ വരയ്ക്കാം, അല്ലെങ്കിൽ ഹിഞ്ച് ആയിട്ട് വരയ്ക്കാം. അത് രണ്ടും സെയിം കണ്ടീഷൻസ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫിക്സഡ് ഫ്രീ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് വരയ്ക്കണം. അത് കോൺജുഗേറ്റ് ബീമിന്റെ ചില കണ്ടീഷൻസ്, മാത്തമാറ്റിക്കൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കടക്കുന്നില്ല. നോ, കോൺജുഗേറ്റ് ബീമിലെ രണ്ട് തിയറംസ് ഉണ്ട് സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാൻ. അതിൽ ആദ്യത്തെ തിയറം സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ഒരു കോൺജുഗേറ്റ് ബീമും അതിന്റെ ലോഡും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ബീമിലെ ഏതൊരു പോയിന്റിലാണോ നിങ്ങൾക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടത്, കറസ്പോണ്ടിങ് ഈ കോൺജുഗേറ്റ് ബീമിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് തിയറം 1. Slope at any section of the loaded beam related to the original axis of the beam is equal to the shear force in the conjugate beam at the corresponding section. രണ്ടാമത്തെ തിയറം പറയുന്നത് നിങ്ങൾക്ക് ഈ സെക്ഷനിലെ ഡിഫ്ലക്ഷൻ കാണണമെങ്കിൽ കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ബീമിലെ അതേ സെക്ഷനിലെ എന്ത് കണ്ടുപിടിക്കാം? ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഈ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വാലന്റ് ടു ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ കറസ്പോണ്ടിങ് സെക്ഷൻ ഇൻ ദ കോൺജുഗേറ്റ് ബീം. അപ്പൊ ഡിഫ്ലക്ഷൻ അറ്റ് എനി ഗിവൺ സെക്ഷൻ ഓഫ് എ ലോഡഡ് ബീം റിലേറ്റ് ടു ദ ഒറിജിനൽ പൊസിഷൻ ഈസ് ഈക്വൽ ടു ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ കറസ്പോണ്ടിങ് സെക്ഷൻ ഓഫ് ദ കോൺജുഗേറ്റ് ബീം. ഇതാണ് രണ്ട് തിയറംസ്. Therefore നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക? ഡിഫ്ലക്ഷനും ബെൻഡിങ് മൊമെന്റ് ആയിട്ട്. അപ്പോ ആക്ച്വൽ ബീം, കോൺജുഗേറ്റ് ബീം, ഓക്കെ, ഇതിന്റെ അതേ ലെങ്ത് ആയിരിക്കും ഇതിനും ഉണ്ടായിരിക്കുക. മെറ്റീരിയൽ രണ്ടുപേർക്കും സെയിം ആയിരിക്കും. ദെൻ ഇതിലെ ലോഡിന്, അതായത് M/EA ഡയഗ്രാം ഓഫ് ആക്ച്വൽ ബീം ആണ് കോൺജുഗേറ്റ് ബീമിൽ ലോഡ് ആയിട്ട് വരുന്നത്. ഇവിടുത്തെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഇവിടുത്തെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം. ഇതാണ് കോൺജുഗേറ്റ് ബീം തിയറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. അത് നമ്മൾ ഓൾറെഡി കണ്ട ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓരോ ടൈപ്പ് ലോഡ് കണ്ടീഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിലൊരു ഷോർട്ട് കട്ട് ഒരു ടേബിൾ ഞാൻ പറഞ്ഞിരുന്നു. ഡിപ്പെൻഡിങ് ഓൺ ദ ലോഡ് കണ്ടീഷൻ, അതായത് ബീമിന് ഇൻഡിപെൻഡന്റ് ആണ്, ലോഡ് എങ്ങനെയാണ് വന്നതിനനുസരിച്ചാണ് ഷേപ്പ് വരുന്നത്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് B ആണ്. നമുക്ക് നോക്കാം. ബിറ്റ്വീൻ ടു പോയിന്റ് ലോഡ്സ് ബെൻഡിങ് മൊമെന്റ് ഷുഡ് ബി an inclined line, അതായത് ലീനിയർ വേരിയേഷൻ ആയിരിക്കണം. UDL പരാബോള, UVL ക്യൂബിക് പരാബോള. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ സബ്ജക്റ്റഡ് ടു ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ എൻഡ്, ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് വരുന്ന കേസ് ഒരു പ്യുവർ ബെൻഡിങ് ആണ്. ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ ഒരു ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഒരു റെക്ടാംഗിൾ ആയിട്ടല്ലേ വരിക. റെക്ടാംഗിൾ ആയിട്ട് വരുന്നതുകൊണ്ട് ഇത് 4. സോ A ഈസ് റിലേറ്റഡ് ടു 4. കാൻഡിലിവർ UDL വരുമ്പോൾ അതെന്തായിട്ട് വരണം? ബെൻഡിങ് മൊമെന്റ് മസ്റ്റ് ബി എ പരാബോള ആയിട്ട് വരണം. സോ ദിസ് ഈസ് B.
കാൻഡിലിവർ ക്യാരിയിങ് യൂണിഫോംലി വേരിയിങ് ലോഡ് വരുമ്പോൾ ക്യൂബിക് പരാബോള ആയിട്ട് വരണം. പോയിന്റ് ലോഡ് ആകുമ്പോൾ ട്രയാങ്കിൾ ആയിട്ട് വരും. അതായത് ലീനിയർ വേരിയേഷൻ ഇൻക്ലൈൻഡ് ലൈൻ ആയിട്ട് വരുമ്പോൾ ട്രയാങ്കിൾ ആയിട്ടായിരിക്കും വരിക. സോ 4, 3, 2, 1 എന്നുള്ള ഓർഡറിലായിരിക്കും വരും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ സ്ട്രെസ് ഇൻ ബീം. If a member is subjected to equal and opposite couples acting at the same longitudinal plane, the member is said to be under pure bending. Internal stresses developed in the beam are known as flexural stresses. There is an intermediate surface known as neutral surface at which the stress is zero. Axis obtained by intersection of the neutral surface and the cross section is known as neutral axis. Which of these statements are correct? ഓൾറെഡി നമ്മൾ കണ്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് പ്യുവർ ബെൻഡിങ് ആയിട്ട് ബന്ധപ്പെട്ട്. ഒരു ബീമില് ഇങ്ങനെ സാഗിങ് മൊമെന്റോ ഹോഗിങ് മൊമെന്റോ ആക്ട് ചെയ്യുന്നതിലെ പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്ന കണ്ടീഷൻ, ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും, ഷിയർ ഫോഴ്സ് ത്രൂ ഔട്ട് 0 ആയിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ദ ഇന്റേണൽ സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഇൻ എ ബീം ആർ നോൺ ആസ് ഫ്ലെക്സുറൽ സ്ട്രെസ്സസ്. അതായത് ബീമിൽ നമ്മൾ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, അവിടെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും വരും. കൂടുതലും കോൺട്രിബ്യൂഷൻ ബെൻഡിങ് മൊമെന്റ് ആണ്. ആ ബെൻഡിങ് മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ സ്ട്രെസ്സസിനാണ് ഫ്ലെക്സുറൽ സ്ട്രെസ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. Therefore, it is second statement is correct. There is an intermediate surface known as neutral surface at which stress is zero. Obviously നമ്മൾ അതിന്റെ ഒരു ഫിഗർ കണ്ടതാണ്. ഒരു സൈഡിൽ കംപ്രഷനും ഒരു സൈഡിൽ ടെൻഷനും ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ അത് അതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ആയിട്ട് കോയിൻസൈഡ് ചെയ്യും, ആ ഒരു പ്ലെയിൻ ആയിട്ട് കോയിൻസൈഡ് ചെയ്യും. അതാണ് ന്യൂട്രൽ സർഫസ് അല്ലെങ്കിൽ ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത്. Therefore, stress is zero, strain is also zero. Axis obtained by intersection of the neutral surface and a cross section is known as neutral axis. Obviously അതല്ലേ, ആ ന്യൂട്രൽ സർഫസിനെ നമ്മൾ ക്രോസ് സെക്ഷനിൽ കൂടെ കാണുമ്പോൾ കാണുന്ന ഒരു ഇന്റർസെക്ഷൻ ആണെന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. 1, 2, 3 and 4. Now let's go to the last question. In Mohr circle, maximum value of shearing stress to which a material is subjected is represented by. ഓൾറെഡി ഞാൻ പറഞ്ഞു, ടോമാക്സ് ആണ് അതിന്റെ എന്തായിട്ട് വരുന്നത്, റേഡിയസ് ആയിട്ട് വരുന്നത്. സോ റേഡിയസ് ഓഫ് ദ മോർ സർക്കിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ തിയറി ക്വസ്റ്റിനും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിലെ. താങ്ക് യു.